اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സദഖല്ലാഹുൽ അലിയുൽ അദീം. സ്നേഹമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട ഈ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യജ്ഞാനം നേടുകയാണ് നമ്മുടെ ബാധ്യത. പലപ്പോഴും ധാരാളം അറിവുകളുണ്ടെങ്കിലും പലതും നമുക്കറിയാമെങ്കിലും വിഷയത്തിൻ്റെ കൃത്യമായ വിവരം ശേഖരിക്കുന്നതിൽ ചിലപ്പോഴെങ്കിലും അബദ്ധം സംഭവിക്കുന്നുണ്ട്. ഇസ്ലാമികമായ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വൈജാത്യങ്ങളും നമുക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലൊന്നാണ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് മഖ്ബറയിൽ ഓടിച്ചെല്ലുകയും മഹാന്മാരോട് സഹായം ചോദിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം രീതി. ഇതുമായി ബന്ധപ്പെട്ട ചൂടുപിടിച്ച വിവാദങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഈ വിഷയസംബന്ധമായ സുദീർഘമായൊരു പഠന ക്ലാസ്സാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിലെ ഒരു ഭാഗം ഇന്നു നമുക്ക് ചർച്ച ചെയ്യാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനായി വന്ന അധ്യാപകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്കറിയാം, തർക്കമില്ല. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസുകളിൽ അവിടുത്തെ ജീവിതം നേർക്കുനേരെ തിരിച്ചറിഞ്ഞ് പഠിച്ചു പകർത്തി സ്വീകരിച്ച് ആ പാതയിൽ മരണം വരിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. സ്വഹാബികൾ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്? നമുക്കിടയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ മഹത്തുക്കളോട് ഉള്ള സഹായാഭ്യർത്ഥന, നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരെ ആശ്രയിക്കുന്ന രീതി, വല്ല ആവശ്യങ്ങളുണ്ടാകുമ്പോഴേക്ക് മക്ബറയിലേക്ക് ഓടിപ്പോകുന്ന ഈ രീതി, ഇത് സ്വഹാബത്ത് എങ്ങനെയായിരുന്നു? ഈ വിഷയത്തിൽ അവരുടെ രീതി എന്തായിരുന്നു? അവരുടെ സംസ്കാരം എന്തായിരുന്നു? അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വഹാബത്ത് എങ്ങനെയാണ് ഇക്കാര്യത്തെ കൈകാര്യം ചെയ്തിരുന്നത്? അവരുടെ കാലത്ത് എങ്ങനെയാണ് ഈ വിഷയം ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയുന്നതോടുകൂടെ മനസ്സിലാക്കിയാൽ പിന്നീട് വാശി അല്ലെങ്കിൽ മറ്റു സംവാദങ്ങൾക്കും മറ്റുമൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം സ്വഹാബത്തിനെ പിൻപറ്റുക എന്നതാണല്ലോ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഖുർആൻ്റെ കൽപ്പന. ഞാൻ ഓതിവെച്ച സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്ത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ പിന്നീട് പിൻപറ്റുന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് അവരെക്കുറിച്ചുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടെ അവർ സന്മാർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടു തന്നെ അതേ ബുദ്ധിയിൽ അതേ നിലയിൽ അവരുടെ ചര്യയും വിശ്വാസങ്ങളും പിൻപറ്റുന്നവരാരോ അവർ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു,
അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ സർട്ടിഫൈ ചെയ്തതാണ്, ഉറപ്പ് നൽകിയതാണ്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ, താഴത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അള്ളാഹു അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, അവരവിടെ ശാശ്വതരായി ജീവിക്കാനുള്ളവരാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. ഒരു മഹത്തായ വിജയത്തിൻ്റെ രീതിയാണ്, സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴിയാണ് അള്ളാഹു ഇവിടെ വരച്ചു കാണിച്ചിട്ടുള്ളത്. അത് സ്വഹാബത്തിനെ പിൻപറ്റുക എന്നതാണ്. സ്വഹാബത്തും അവരെ പിൻപറ്റിയവർക്കുമാണ് ഈ വിജയം, അവർക്കാണ് ഈ സ്വർഗം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ഈ വിഷയത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ അപ്രകാരമാണ് നമ്മളാകേണ്ടത്. ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മക്ബറയിലേക്ക് ഓടുന്ന രീതി അവർക്കുണ്ടായിരുന്നോ? മഹാന്മാരെ വിളിക്കുക, അവരോട് സഹായം തേടുക, ആ രീതി അവർ അവലംബിച്ചിരുന്നോ? മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് ഇതിൽ രണ്ടാമതൊരു വഴി ചിന്തിക്കാനില്ല. കാരണം വിശുദ്ധ ഖുർആൻ മുഅ്മിനുകളുടെ രീതി ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, നേരെ മുനാഫിക്കുകളായി കപടവിശ്വാസികളുടെ രീതി പറയുമ്പോൾ അവിടെ പറഞ്ഞത് വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. സൂറത്തുൽ ബഖറയിലെ 13-ാമത്തെ ആയത്ത്. അള്ളാഹു ഇവിടെ മുനാഫിക്കുകളെ തിരിച്ചറിയുന്നൊരു വഴി പറഞ്ഞു തരികയാണ്. മുനാഫിക്കുകളോട് പറയുകയാണ്, ആമിനൂ കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കുവീൻ, ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കുവീൻ എന്നവരോട് പറഞ്ഞാൽ, ഇവിടുത്തെ ജനം സന്ദർഭം കൊണ്ട് വ്യക്തമാണ്, സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെയാണ് മനുഷ്യർ എന്ന് ഇവിടെ പ്രത്യേകം വിളിച്ചിട്ടുള്ളത്. ഖാലൂ വനുഅ്മിനു കമാ ആമനസ്സുഫഹാ, അന്ന് മുനാഫിക്കുകൾ ചോദിക്കുക, ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെയൊക്കെ ഞങ്ങൾ ചെയ്യണോ, വിശ്വസിക്കണോ എന്നാണ്. സത്യത്തിൽ വിഡ്ഢികൾ അവർ സ്വയം വിഡ്ഢികളാവുകയാണെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ മുനാഫിക്കുകളുടെ രീതിയാണ് സ്വഹാബികളുടെ രീതി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് അവഗണിക്കുക എന്നത്. ആമിനൂ കമാ ആമനന്നാസ് എന്ന് ആജ്ഞ നൽകിയാൽ എന്ന നിർദ്ദേശം വരുമ്പോൾ അതും വിട്ട് സ്വഹാബികൾക്കൊന്നും മനസ്സിലായിട്ടില്ല, അവർക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല, അവർ ഭോഷന്മാരാണ്, അവർ വിവരമില്ലാത്തവരാണ് എന്ന നിലയിൽ അവരെ അവഗണിക്കുന്ന രീതി കപടന്മാരുടേതാണ്. സത്യവിശ്വാസികളുടെ രീതി, വിജയം വരിക്കുന്ന രീതി വല്ലദീന തബഊഹും ബിഇഹ്സാൻ ആണ്. അവരെ നല്ല നിലയ്ക്ക് പിൻപറ്റുകയാണ്. പരമാവധി നമുക്ക് സാധ്യമാകുന്നിടത്തോളം അവരെ പിൻപറ്റുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ഈ വിഷയത്തിൽ എന്തു ചെയ്തു എന്ന് ആലോചിക്കുന്നത് തീർത്തും ആരോഗ്യകരമാണ്. വിവാദങ്ങൾക്ക് കാര്യം കൃത്യമായി തിരിച്ചറിയാൻ കഴിയാതെ പോയവർക്ക് അതൊരു പരിഹാരമായിരിക്കും. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവർ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കുകയും നബിയുടെ പദവി തിരിച്ചറിയുകയും ചെയ്തവരാണ്. അവരിൽ പ്രമുഖനായ ഒരു സ്വഹാബിയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസ്ഥാന കവിയായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവിടുത്തെ അറിവിൽ നബിയെ വർണ്ണിച്ചുകൊണ്ട് പാടിയ ബൈത്ത് കാണാം. യാ റുക്ന മുഅ്തമദി വഇസ്മത ലാഇദി വമലാദ മുൻതജിഇ വജാറാ മുജാവിരി. ഹസ്സാൻ ബിൻ സാബിത്തിന്റെ ഈ ബൈത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫൈ ചെയ്ത് അംഗീകരിച്ചതാണ്. വളരെ നന്നായിട്ടുണ്ട് എന്ന് ആശീർവദിക്കുകയും ആശംസിക്കുകയും ചെയ്തതാണ്. ഈ ബൈത്തിൽ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിച്ചത് യാ റുക്ന മുഅ്തമദി, യാ റുക്ന മുഅ്തമദി, ആശ്രയത്തിന്റെ പ്രധാന തൂൺ, ആശ്രയത്തിന്റെ പ്രധാന സ്തംഭമേ, ആശ്രയിക്കാനുള്ള പ്രധാന സ്തംഭമേ, അഭയം തേടി വരുന്നവർക്ക്, രക്ഷ തേടി വരുന്നവർക്കുള്ള കേന്ദ്രമേ, വഇസ്മത ലാഇദി വമലാദ മുൻതജിഇ വജാറാ മുജാവിരി, അഭയം തേടി വരുന്ന, രക്ഷ തേടി വരുന്ന, അതെ
സഹായം അന്വേഷിച്ചു വരുന്നവരുടെയൊക്കെയും ആശാകേന്ദ്രമേ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നത് നബിയുടെ മുന്നിൽ വെച്ചാണ്, അറിവിൽ വെച്ചാണ്. അന്ന് ജീവിച്ചിരിക്കുമ്പോഴാണ്, അതിൽ ആർക്കും തർക്കമുണ്ടായിട്ടില്ല. ചില സ്വഹാബികൾ പലപ്പോഴും അഊദു ബില്ലാഹി വബി റസൂലിഹി, അള്ളാഹുവിനെ കൊണ്ട് അഭയം, അവിടുത്തെ റസൂലിൽ അഭയം, അള്ളാഹുവിനെ കൊണ്ടും അവിടുത്തെ റസൂലിനെ കൊണ്ടും ഞാൻ അഭയം തേടുന്നു എന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങൾ ഹദീസുകളിൽ കാണാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാന സ്വഹാബി സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്കുനേരെ പറഞ്ഞ മറ്റൊരു രംഗമാണ് വകുല്ലി ഷഫീഅൻ യൗമ ലാദു ഷഫാഅത്തിൻ, മറ്റാരും ഷഫാഅത്ത് ചെയ്യാനില്ലാത്തപ്പോൾ എനിക്ക് അങ്ങ് ഷഫാഅത്ത് ചെയ്യണമേ നബിയെ. സിവാക ബിമുഗ്നിൻ അൻ സവാദ് ബിൻ ഖാരിബി. ഫത്ഹുൽ ബാരിയിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പോൾ സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെക്കുറിച്ച് എന്തു മനസ്സിലാക്കിയെന്നും എന്തു സ്ഥാനമാണ് തനിക്ക് അവർ കൽപ്പിച്ചിരുന്നതെന്നും സാക്ഷാൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അറിയാം. അത് നേർക്കുനേരെ ബോധ്യപ്പെട്ടതും അനുഭവപ്പെട്ടതുമാണ്. ആവശ്യാനുസരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ അഭയവുമായി ചെന്നിരുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ ജീവിച്ചിരിക്കുന്ന തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോയിരുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം അവർക്ക് വേണ്ടി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ ശീലം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷവും സ്വഹാബികൾ ഒഴിവാക്കിയിട്ടില്ല. അവർ ഇതേ രീതി തന്നെ ജീവിച്ചിരിക്കുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തങ്ങളുടെ പ്രതിസന്ധികൾ തീർക്കാൻ അദ്ദേഹത്തെ അവിടുത്തെ ഇടപെടുവിക്കുവാൻ വേണ്ടി എങ്ങനെ എപ്പോഴൊക്കെ ചെന്നിരുന്നുവോ അപ്രകാരമൊക്കെ തന്നെ അവർ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി ഖബറടക്കം ചെയ്യപ്പെട്ടതിനു ശേഷവും അവർ അവിടുത്തെ തിരുഹദറത്തിൽ പോയിരുന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ സാധ്യമല്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഓരോരുത്തരായി എടുത്തു നോക്കുക. ഏറ്റവും പ്രഗത്ഭരായ സ്വഹാബിയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ സ്വഹാബി വര്യരിൽ ഏറ്റവും പ്രമുഖനുമായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ വഫാത്തിനോട് അടുത്ത സമയത്ത് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമായ തൻ്റെ അനുയായികളായ മുസ്ലിം ബഹുജനങ്ങളോട് പറയുകയാണ്, ഇദാ മിത്തു വഫറഗ്തു മിൻ ജിഹാസി ഫഹ്മിലൂനി ഹത്താ തഖിഫു ബിബാബിൽ ബൈത്തി അല്ലദീ ഫീഹി ഖബ്റു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖിഫു ബിൽ ബാബ് വഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ ശേഷക്രിയകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്നെയും കൊണ്ട് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വീടിനരികിലേക്ക്, ആ വീടിൻ്റെ വാതിലിനരികിലേക്ക് ചെല്ലുക. എന്നിട്ട് വാതിൽക്കൽ നിൽക്കുക. ഫഖിഫു ബിൽ ബാബ്, നിങ്ങൾ വാതിൽക്കൽ നിൽക്കുക. വഖൂലു, എന്നിട്ട് നിങ്ങൾ പറയുക, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ പറയുക. ഹാദാ അബൂബക്കർ യസ്തഅ്ദിൻ, ഇതാ അബൂബക്കർ അങ്ങയോട് സമ്മതം ചോദിച്ചിരിക്കുന്നു, ഇതാ അബൂബക്കർ അങ്ങയോട് സമ്മതം ചോദിക്കുന്നു എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വാതിൽക്കൽ വെച്ച് സമ്മതം ചോദിക്കുക. ഫഇൻ ഉദിന ലക്കും വഫുതിഹൽ ബാബ് വകാനൽ ബാബ് മുഗല്ലഖൻ ഫഅദ്ഖിലൂനി ഫദ്ഫനൂനി വഇൻ ലം യുഅ്ദൻ ലക്കും ഫഅഖ്രിജൂനി ഇലൽ ബഖീഅ് വദ്ഫനൂനി. അവിടുന്ന് നിങ്ങൾ ഇപ്രകാരം സമ്മതം ചോദിച്ചാൽ നിങ്ങൾക്ക് സമ്മതം ലഭിക്കുകയും വാതിൽ തുറന്നു കിട്ടുകയും ചെയ്താൽ നിങ്ങൾ അവിടെ എന്നെ പ്രവേശിപ്പിക്കുക, എന്നെ നിങ്ങൾ അവിടെ അടക്കം ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് അവിടെ അനുവാദം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ബഖീഇലേക്ക്, തൊട്ടപ്പുറത്ത് ബഖീഅ് എന്ന് പറയുന്ന പൊതു ശ്മശാനത്തിലേക്ക് നീക്കുക, അവിടെ അടക്കം ചെയ്യുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിലാണ്
തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ജനാസ അകത്തു കയറ്റുന്നതും അവിടെ ഖബറടക്കുന്നതിനെ കുറിച്ച് സമ്മതം ചോദിക്കാൻ മുസ്ലിം ബഹുജനത്തെ, പൊതുജനത്തെ, സ്വഹാബത്തിനെ മുഴുവനും ഉത്തരവാദപ്പെടുത്തുന്നത്. അവരപ്രകാരം ചെയ്തു. ഫഫഅലു, അവരപ്രകാരം ചെയ്തു. ഫലമാ വഖഫു ബിൽ ബാബി വഖാലു ഹാദാ സഖതൽ ഖുഫ്ലു വൻഫതഹൽ ബാബ്. ഇവരിപ്രകാരം ആവശ്യപ്പെട്ടതോടുകൂടെ ആ വാതിലിൻ്റെ പൂട്ട് സ്വയം വീഴുകയും വാതിൽ തുറക്കുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അവിടെ നിന്നും ഒരു ശബ്ദം, ഒരാജ്ഞ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അതെ, എൻ്റെ പ്രിയ തോഴനെ ഇങ്ങോട്ട് കടത്തുവീൻ, ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുവീൻ. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്, നിശ്ചയം തോഴനെ കാത്തിരിക്കുകയാണ് ഞാൻ, എൻ്റെ ഇഷ്ടനെ കാത്തിരിക്കുകയാണ് ഞാൻ, ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ എന്നവിടെ നിന്നൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് മറ്റു സ്വഹാബത്തിനോട്, ജനങ്ങളോട്, മുസ്ലിം ബഹുജനങ്ങളോട്, സാമാന്യത്തോട് നിർദ്ദേശിക്കുന്നത് എൻ്റെ ജനാസയുമായി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ ആ വാതിലിന് മുന്നിൽ ചെന്നുകൊണ്ട് തിരുദൂതർക്ക് സലാം പറയുകയും ഇങ്ങനെ അനുവാദം ചോദിക്കാനും ആവശ്യപ്പെടുന്നത്. ഇവർ അനുവാദം ചോദിക്കുന്നു, അതിനനുസരിച്ച് വാതിൽ തുറക്കുന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ റൗള ഷരീഫിൽ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തായി അവിടെ അടക്കം ചെയ്യുന്നു. ഇതാണ് സംഭവം. ഈ സംഭവം ഒരുപാട് മഹാന്മാർ, പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം റാസി ഉദ്ധരിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഇമാം ആജുരി തൻ്റെ അശ്ശരിഅ, കിതാബു ശരിഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. വിവിധങ്ങളായ റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ചെയ്തത് മരണാനന്തരമുള്ള റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തരത്തിൽ തൻ്റെ ഒരു ആവശ്യം ചോദിക്കാൻ വിടുന്നതും അവർക്ക് അനുവാദം കിട്ടുന്നതുമായ സംഭവം, ഇത് ഇന്നത്തെ മുസ്ലിംകളുടെ രീതിക്ക് ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്നത്തെ മുസ്ലിംകൾ ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് പലതും ഈ നിലയിൽ ചെയ്തു വരുന്നത് എന്ന് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രീതി ഇതായിരുന്നെങ്കിൽ സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രണ്ട് പെൺമക്കളുടെ രീതി മുസ്ലിം സമുദായം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് കാണുന്നത്? സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വലിയൊരു ഭാഗവും കടന്നു വന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ് എന്നെല്ലാവർക്കും അറിയാം. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തന്നെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു തആല അൻഹയും തമ്മിലുണ്ടായ ഒരു ചർച്ചയും ഒരു സംഭവവും നമുക്ക് ഇവിടെ അനുസ്മരിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മു കുൽസൂം ബീവിയെ വിവാഹം അന്വേഷിക്കുകയാണ്. ആയിഷ ബീവിയോടാണ് വിവാഹം അന്വേഷിക്കുന്നത്. ഉമ്മു കുൽസൂമിന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ താല്പര്യമുണ്ടായില്ല. ജീവിതത്തിൽ വളരെ കണിശമായ ഭക്ഷണ നിയന്ത്രണങ്ങൾ വരുത്തി ചെറിയ ചെലവ് കൊണ്ട് മാത്രം ജീവിച്ചു ശീലിച്ചിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിത കഥയറിയാമായിരുന്ന ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ തന്നെ കൊണ്ട് അത്രത്തോളം പട്ടിണി കിടന്നും സഹിച്ചും ജീവിക്കാനാകില്ലെന്ന് കണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ വിവാഹാന്വേഷണത്തെ നിരസിക്കുകയായിരുന്നു. ആ വിവാഹാന്വേഷണം വലിയ ഒരു പ്രയാസമായി അനുഭവപ്പെട്ടു. ഇങ്ങനെ വിവാഹാന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മഹദി അറിഞ്ഞപ്പോൾ ആയിഷ ബീവിയുടെ മുന്നിൽ വന്നുകൊണ്ട്, തൻ്റെ സഹോദരിയുടെ മുന്നിൽ വന്നുകൊണ്ട് ആ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നിങ്ങളെങ്ങാനും എന്നെ ഉമറിന് വിവാഹം ചെയ്തു കൊടുത്താൽ, ഈ ചർച്ചയെങ്ങാനും മുന്നോട്ട് കൊണ്ടുപോയാൽ, വല്ലാഹി ലഇൻ ഫഅൽതി ലഅഖ്റുജന്ന ഇലാ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്വിഹന്ന ബിഹി, ഞാൻ ഉടനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഞാൻ നബിയുടെ അടുത്തേക്ക് കണ്ട് ഓടും, നബിയുടെ ഖബറിനടുത്തേക്ക് ഓടിച്ചെല്ലുകയും നബിയോട് ഞാൻ തട്ടഹസിക്കുകയും ചെയ്യും.
മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ലഅദ്ഹബന്ന അസ്യഹന്ന ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ആർപ്പ് വിളിക്കാനായി ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചെല്ലും, ഓടിപ്പോകും എന്നൊരു ഭാഗത്ത് കാണുമ്പോൾ മറ്റൊരിടത്ത് കാണുന്നത് വല്ലാഹി ലഇൻ ഫഅൽതി ലഅദ്ഹബന്ന ലിഉളഹി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇവിടെ നിന്ന് പോയി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഞാൻ കിടന്ന് പെടഞ്ഞ് മരിക്കും, എന്നെ ഞാൻ അവിടെ ബലി നൽകും എന്നൊക്കെയുള്ള ഭാഷയിൽ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രതിഷേധം അറിയിച്ചപ്പോൾ, ആ അറിയിക്കുന്നിടത്ത് ഞാൻ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലേക്ക് ഓടുന്ന ഒരു പ്രശ്നത്തെ സമാധാനം നോക്കണം. സ്വഹാബത്ത് അതിന് കാണുന്ന ഒരു പരിഹാരം, ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ചെല്ലുന്നത്, ഓടിച്ചെല്ലുമെന്ന് പറയുന്നത് തിരുദൂതരുടെ അടുത്തേക്കല്ല. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദിൽ അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമല്ല, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭമല്ല. ഖബറിടത്തിലേക്ക് ഞാൻ ഓടിച്ചെല്ലും, എന്നിട്ട് തിരുദൂതരോട് ഞാൻ ആർത്തു വിളിച്ചു പറയും, അതേ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ അവിടെ കിടന്ന് കരയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പക്ഷെ ഉമ്മു കുൽസൂമിന് ഇനി ദീന് തിരിയാഞ്ഞിട്ടും തൗഹീദ് മനസ്സിലാകാഞ്ഞിട്ടുമാണെങ്കിൽ അതറിയാവുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് തിരുത്തിയോ? ഇല്ല, തിരുത്തിയിട്ടില്ല. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹക്കറിയാം ഇത് മുസ്ലിംകളുടെ രീതിയാണ്, വിശ്വാസികളുടെ രീതിയാണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ ആശ്രയിച്ചത് പോലെ തന്നെയാണ് അവിടുന്ന് വഫാത്തായിരിക്കുമ്പോഴും ആശ്രയിക്കുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൽ തൗഹീദിനോ ശിർക്കിനോ അതിൽ ചർച്ച വരേണ്ട ആവശ്യമേ ഇല്ല എന്ന കാര്യം ആയിഷ റളിയല്ലാഹു തആല അൻഹക്കറിയാമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ യാഥാർത്ഥ്യം, ഈ സത്യം, ഈ സിദ്ധാന്തം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മഹദിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആമുൽ ഫത്ഖ് എന്നറിയപ്പെടുന്ന ഒരു മഹത്തായ സംഭവമുണ്ട്. ആമുൽ ഫത്ഖ് എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിൽ മദീനയിൽ ശക്തമായ വരൾച്ചയുണ്ടായപ്പോൾ ജനങ്ങളെല്ലാം ആയിഷ ബീവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏതാണ് ആ ജനം? സാധാരണ ജനമാണോ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് പോകുന്ന ജനമെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും സ്വഹാബത്ത് തന്നെയാണ്. അവരിൽ നിന്ന് ദീനു പഠിച്ച സമൂഹമാണ്. അവർ എല്ലാവരും കൂടെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. മദീന അന്നാസ് ഖഹ്തൻ ശദീദ, ജനത്തിന് ശക്തമായ വരൾച്ചയുണ്ടായപ്പോൾ അവർ ആയിഷ ബീവിയോട് പോയി പരാതിപ്പെട്ടു. ഫഖാലത്ത്, ആ മഹദി എന്താ പറഞ്ഞത്? പരാതിപ്പെട്ടപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുവീൻ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുവീൻ, അതൊരു മാർഗമാണല്ലോ. നിങ്ങൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുവീൻ, അതൊരു വഴിയാണല്ലോ. അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുവീൻ, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇണയും വലിയ മഹത്വമുള്ള ഒരു സ്വഹാബി വനിതയും ഒക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു മഹത്വമുള്ള ആളെന്ന നിലക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം, അതും മറ്റൊരു വഴിയാണല്ലോ. ഈ വഴികളൊന്നും തിരഞ്ഞെടുക്കാതെ, അതൊക്കെ വഴികളാണ് സത്യത്തിൽ. അതേസമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ ജനങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടു വന്നപ്പോൾ ഉടനെ കണ്ട ഒരു പരിഹാരം, ഒരു വഴി, അവരുടെ വരൾച്ച മാറാൻ ആവശ്യമായ ഒരു വഴി അവർ കണ്ടത്. ആയിഷ ബീവി നിർദ്ദേശിക്കുകയാണ്, ഉൻദുറു ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നോക്കിയേ. ഫജഅലൂ മിൻഹു കവ്വൻ ഇലസ് സമാഇ ഹത്താ ലാ യകൂന ബൈനഹു വബൈനസ് സമാഇ സഖഫുൻ. ആ ഖബറിടത്തിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു റൂമിലാണല്ലോ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മക്ബറയുടെ റൗള ഷരീഫിൻ്റെ മച്ചിൽ ഒരു ചെറിയ ഭാഗം നിങ്ങൾ ദ്വാരമുണ്ടാക്കുക. എന്തിനാണെന്നോ ഈ ദ്വാരമുണ്ടാക്കുന്നത്? നിങ്ങൾ സാധാരണഗതിയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവിടത്തോട് വന്ന് നേർക്കുനേരെ പ്രാർത്ഥിക്കാൻ പറയുകയും നിങ്ങളോട് പ്രാർത്ഥിച്ചോളൂ എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറായിരുന്നില്ല. അപ്രകാരം തന്നെ നമുക്കെല്ലാം ചെന്ന് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാം എന്നാവശ്യപ്പെടുകയും അല്ലായിരുന്നു അന്ന് പലപ്പോഴും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെയും പ്രശ്നം വന്ന് പറയുമ്പോഴൊക്കെയും അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറാണ് ഉണ്ടായിരുന്നത്. എന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇടപെടട്ടെ, എല്ലാ അർത്ഥത്തിലും അത് സംഭവിക്കാൻ വേണ്ടി ആ സാധ്യമായൊരു മറ ഇവിടെ നിന്ന് നീക്കിത്തരികയാണ്. അള്ളാഹുവും നബിയും തമ്മിലുള്ള ഈ അടുപ്പത്തിരു ബന്ധത്തിന്, ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിന് ഈ മച്ച്,
ഈ തട്ട് ഒരു തടസ്സമാകാതിരിക്കാൻ നിങ്ങളൊരു ഹോളിടുക എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിർദ്ദേശിക്കുകയാണ്. ഖാല ഫഫഅലൂ ഫമുതിർനാ മത്റൻ. അതെ, ഞങ്ങൾ അപ്രകാരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല മഴ ലഭിച്ചു. ഹത്താ നബതൽ ഉശ്ബു വസമിനത്തിൽ ഇബ്ലു ഹത്താ തഫത്തഖത് മിനശ്ശഹം. അങ്ങനെ ആ വർഷം ആ മഴയങ്ങ് നന്നായി പെയ്യുകയും തുടർന്ന് മഴകൾ ധാരാളം ലഭിക്കുകയും ചെയ്ത് ഞങ്ങളുടെ എല്ലാ വിളയും നന്നായി വളർന്നു. കാലികളൊക്കെയും വെള്ളം കുടിച്ചും പുല്ലുകൾ തിന്നും തടിച്ചു കൊഴുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ ഞങ്ങൾ ആമുൽ ഫത്ഖ്, സമൃദ്ധിയുടെ വർഷം എന്നാണ് പേരിട്ടത്. ആ പേരിടുന്നതിന് സമൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ തന്നെ അടിസ്ഥാന കാരണം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തിൻ്റെ അടുത്ത് വന്ന് തിരുദൂതരെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഇടപെടാൻ അവസരമുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് എന്ന് കാണാം. ഉടനെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് മക്ബറയിലേക്ക് വിടുകയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെയ്തത്. ഇമാം ദാരിമിയിൽ നിന്നും ഈ ഹദീസ് പകർത്തിയ മിഷ്കാത്തുൽ മസാബീഹ് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രഗൽഭനായ മുഹദ്ദിസ് അൽ ഹാഫിദ് മുല്ല അലിയുൽ ഖാരി തൻ്റെ മിർഖാത്തുൽ മഫാത്തിഹിൽ ഈ സംഭവത്തെ വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നതാണ് കാണുന്നത്. മുല്ല അലിയുൽ ഖാരി എന്ന് പറഞ്ഞാൽ ഹദീസ് ശാസ്ത്രത്തിലെ വളരെ നിപുണനും വേണമെങ്കിൽ അവസാന വാക്കുമാണ്. മാത്രമല്ല അദ്ദേഹം തൗഹീദുമായി ബന്ധപ്പെട്ട 18 കിതാബുകളുടെ രചയിതാവുമാണ്. അദ്ദേഹം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ സംഭവം, ആ സംഭവത്തെ വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ത് ലക്ഷ്യത്തിലാണ് അവിടെ ആ മഖ്ബറയ്ക്കു മേലെ ദ്വാരമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് എന്നത് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അതിൻ്റെ വിവിധ മുഖങ്ങൾ നമ്മുടെ മുന്നിൽ പ്രാമാണികമായി സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ പറയുന്ന അങ്ങനെ ഒരു കർമ്മം ചെയ്തത് മഴയ്ക്ക് വേണ്ടി വന്നപ്പോൾ മഴയാവശ്യപ്പെട്ടു വരുന്നവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ ജാറത്തിലേക്ക് അവരെ പറഞ്ഞയക്കുന്നതും ജാറം തുറന്നു വെക്കുന്നതും അതിൻ്റെ പിന്നിൽ അവരെ പ്രേരിപ്പിച്ച ഒരു മുൻകാല ചരിത്രമുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ ജാറത്തിനകത്താണെങ്കിൽ നേരത്തെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിഞ്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇപ്രകാരം തന്നെ മക്കക്കാർ ജലക്ഷാമം അനുഭവിച്ചപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് അവിടുന്ന് ഈ കൈക്കുഞ്ഞിനെയും തിരുദൂതർ ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മേലേക്ക് ഉയർത്തിക്കാണിച്ച് മഴയ്ക്കു വേണ്ടി തേടിയ രംഗം അത് മക്കക്കാർക്കും മദീനക്കാർക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ്. അന്ന് അബൂ താലിബ് ചൊല്ലിയ പദ്യം നാട്ടുകാർക്കിടയിൽ പാട്ടാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു അഅറാബി കടന്നു വന്നുകൊണ്ട് മഴ ആവശ്യപ്പെടുന്നതും മഴ ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും അതിനെ തുടർന്ന് ഗംഭീരമായ മഴ പെയ്തതും അവസാനം ആളുകൾ വീണ്ടും ഓടി വന്നുകൊണ്ട് മഴ മതി എന്ന് പറയുകയും ചെയ്തപ്പോൾ അതിലെ കൗതുകം ഓർത്തുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലില്ലാഹി ദറു അബീ താലിബ്, അബൂ താലിബ് വല്ലാത്തൊരു മനുഷ്യൻ, ലൗ കാന ഹാദിറൻ ലഖറത ഐനാഹ്, അബൂ താലിബ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അബൂ താലിബിന് വലിയ സന്തോഷമാകുമായിരുന്നു. അന്ന് ഞാൻ പൈതലായിരിക്കുമ്പോൾ എന്നെ കാണിച്ചു മഴ വാങ്ങിയതാണ്, ഇന്നിപ്പോൾ ഞാൻ കൈ ഉയർത്തിയപ്പോൾ മഴ ലഭിക്കുന്നു, മഴ മതിയെന്ന് ആവശ്യപ്പെട്ടവർ തന്നെ വന്ന് പറയുന്ന രംഗം. അന്ന് അബൂ താലിബ് ചൊല്ലിയ ബൈത്തൊന്ന് ചെല്ലാമോ എന്ന് സദസ്സിനോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. മൻ യുൻഷിദുനാ ശിഅറ, അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു ആ ബൈത്ത് അങ്ങ് ചൊല്ലിക്കൊടുക്കുകയാണ്. വ അബയദു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽറാമിലി. ഈ പാഠം ഇങ്ങനെ തിരുദൂതരെ കാണിച്ചു മഴ വാങ്ങുക എന്ന് പറയുന്ന ഒരു പാഠം മക്കക്കാർക്കൊക്കെ അറിയാം. ആ പദ്യം, ആ പാട്ട് എല്ലാവർക്കിടയിലും പാട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഉടനെ മഖ്ബറയിലേക്ക് തിരിയാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ച് മഴ വാങ്ങുക എന്ന് പറയുന്ന ആ ഒരു കൃത്യത്തിന് ആയിഷ ബീവി പ്രേരിതയാവുകയായിരുന്നു. ഈ സംഭവം റിപ്പോർട്ടിൻ്റെ സനദ് പരിശോധിച്ച് അത് ബലഹീനമാണെന്ന് വരുത്താനുള്ള തത്രപ്പാട് വെറുതെയാണ്.
അതിൽ കാര്യമില്ല. കാരണം ഈ സംഭവം കേവലം ഒരു റിപ്പോർട്ടിലൂടെ കടന്നു വന്നത് മാത്രമല്ല, പിന്നീട് മദീനക്കാരുടെ തന്നെ ഒരു ആദത്തായിരുന്നു. ജലക്ഷാമം നേരിടുമ്പോൾ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദയിലേക്ക് മഖ്ബറയിലേക്ക് കടന്നു ചെല്ലുകയും അവിടുന്ന് ഇപ്രകാരം മറ നീക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതി ഇവരുടെ സുന്നത്തായിരുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അൽ ഹാഫിദ് സുംഹൂദി തൻ്റെ ഖുലാസത്തുൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന് പറയുന്ന കിതാബിൽ എഴുതി വെക്കുകയാണ്. അദ്ദേഹം മുൻഗാമിയായ ഒരു പണ്ഡിതനെ ഉദ്ധരിക്കുന്നു. ആ സൈനുൽ മറാഗി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പറയുകയാണ്, വഫതുഹുൽ ഖുവത്തി ഇൻദൽ ജദ്ബ്, ഇത്തരത്തിൽ വരൾച്ചയുണ്ടാകുമ്പോൾ, ക്ഷാമമുണ്ടാകുമ്പോൾ അവിടെ ഒരു ദ്വാരമുണ്ടാക്കുന്ന രീതി, അത് സുന്നത്തു അഹ്ലിൽ മദീനത്തി ഹത്തൽ ആൻ. ഈ പറയുന്ന സൈനുൽ മറാഗിയുടെ കാലം വരെയും അദ്ദേഹം പറയുകയാണ്, ഹത്തൽ ആൻ, ഇക്കാലം വരേക്കും മദീനക്കാരുടെ ഒരു സുന്നത്താണ്. സുന്നത്തു അഹ്ലിൽ മദീനത്തി ഹത്തൽ ആൻ, ഇക്കാലം വരേക്കുള്ള മദീനക്കാരുടെ ഒരു സുന്നത്താണ് ഇത്. മദീനക്കാരുടെ ചര്യയായി മാറിയ ഒരു സംഭവത്തെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ സനദുകളിൽ പിടിച്ച് വെറുതെ അതിനെ നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമം വൃഥാവിലാവുകയാണ്. അത് ബാലിശമാണ്, അത് വെറും പാഴ്വേലയാവുകയാണ്. അതെ, സൈനുൽ മറാഗി പറയുന്നത് തൻ്റെ കാലഘട്ടത്തിൽ ആ കാലം വരെയും മക്കക്കാരുടെ രീതി അതാണ്. അതിനുശേഷമുള്ള കാലത്തിന്റെ സ്ഥിതി എന്തായിരുന്നു അത്? എന്നാൽ ഈ ഗ്രന്ഥകാരൻ ഹാഫിദ് സുംഹൂദി പറയുന്നു, വസുന്നതുഹുമുൽ യൗം, എന്നാൽ ഇപ്പോൾ അവരുടെ സുന്നത്ത് എന്താണെന്നറിയാമോ? അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ, ഇത്ര കാലം അങ്ങനെയായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ കാലത്ത് അങ്ങനെയായിരുന്നെങ്കിൽ, ഇപ്പോഴുള്ള ഈ മദീനക്കാരുടെ സുന്നത്ത് ഇപ്പോഴും അവർ മഴയ്ക്ക് വേണ്ടി, മഴയുടെ ക്ഷാമമുണ്ടാകുമ്പോൾ, ജലക്ഷാമമുണ്ടാകുമ്പോൾ, വരൾച്ചയുണ്ടാകുമ്പോൾ മദീനയിലെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിലേക്ക് ഓടിച്ചെല്ലുകയും ഇപ്രകാരം തന്നെ അവിടുത്തെ ഇടയാളനാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുന്ന രീതി തന്നെയായിരുന്നു. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ് അവർ കടന്നു പോയിരുന്നത് എന്നത് വ്യക്തം. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അവിടുത്തെ കെട്ടിടത്തിന്റെ മതിലുകളുടെ രൂപഭാവങ്ങളിലൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. പുനർനിർമ്മാണം നടന്നുകൊണ്ട് അതിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രത്യേകം ഒരു ജനൽ തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ എന്നും ഇങ്ങനെ ഹോളാക്കുക എന്നതിന് പകരം ആവശ്യം വരുമ്പോൾ ആ ജനൽ തുറന്ന് ഈ ഒരു ദ്വാരം ആകാശത്തിലേക്ക് ഒരു തുറസ് ഉണ്ടാക്കുക എന്ന രീതിയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതെ, ജദ്ബിന് വേണ്ടി ക്ഷാമമുണ്ടാകുമ്പോൾ, വരൾച്ചയുണ്ടാകുമ്പോൾ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സന്ദർഭത്തിൽ ഈ വാതിൽ തുറന്നു വെക്കുക എന്നത് ഇന്നുമുള്ള രീതിയാണെന്ന് അൽ ഹാഫിദ് സുംഹൂദി തൻ്റെ കാലഘട്ടത്തിൽ എഴുതി വെക്കുകയാണ്. ഏതാണ്ട് 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുപോയ ഹാഫിദ് സുംഹൂദി പറയുന്നു, ഇക്കാലഘട്ടം വരെയും ഇത് തന്നെയാണ് നടന്നു വരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറയിലേക്ക് പോകുന്നതും തങ്ങളുടെ ആവശ്യം അവിടെ ഇറക്കി വെക്കുന്നതും അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും മഖ്ബറയെ ആശ്രയിക്കുകയും മഖ്ബറയുടെ പരിശുദ്ധി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തവസ്സുലിനെ ഇടപെടുക എന്ന അവസ്ഥയെ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് കാണാൻ കഴിയും. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പത്നിയാണ്. വിശുദ്ധ ഇസ്ലാം പിന്നീടുള്ള തലമുറക്ക് പകർന്നു തന്ന മഹദിയാണ്. ആ മഹദിയാണ് ഇവിടെ ഉമ്മു കുൽസൂം ഞാൻ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തിരുദൂതരുടെ ഖബറിലേക്ക് ഓടിച്ചെല്ലും എന്ന് പറയുമ്പോൾ തടയാതിരുന്നതും, മഴ ഇല്ല എന്ന് പറഞ്ഞ് പൊതുജനം, അന്നത്തെ മഹാന്മാരായ സ്വഹാബത്തടക്കമുള്ള ജനങ്ങൾ അവർ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർക്കു വേണ്ടി ആ മഖ്ബറയുടെ വാതിൽ തുറന്നു വെച്ചു കൊടുക്കുന്നതും അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇതൊക്കെയും ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെയ്തതാണെങ്കിൽ ഇപ്രകാരം തന്നെയാണ് പിന്നീട് വരുന്ന ഓരോ സ്വഹാബി പ്രമുഖന്മാരുടെയും ജീവിതമെന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് വന്ന ഇസ്ലാമിക ഭരണത്തിന് നേതൃത്വം കൊടുത്ത സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രീതി എന്തായിരുന്നു? മരുഭൂമിയിൽ വസിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം അവർക്ക് വരൾച്ച നേരിടുക എന്ന് തന്നെയാണ്.
അവർ ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ കാണാലോ. അറാബി വന്നുകൊണ്ട് പറയുന്നത്, ഇതാ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, ഐനാ ഫിറാറുൻ നാസി ലാ ഇലർ റുസുലി, ഞങ്ങൾ എവിടേക്ക് പോകാനാണ് പിന്നെ നബിയെ? ജനങ്ങൾ പിന്നെ നബിമാരുടെ അടുത്തേക്ക് തന്നെയല്ലേ വരിക, ജനങ്ങൾ പിന്നെ നബിമാരുടെ അടുത്തേക്ക് തന്നെയല്ലേ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തെ ഗ്രാമീണവാസികളും അല്ലാത്തവരും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ വരാറുണ്ട്. ജനങ്ങൾ നബിയുടെ അടുത്തേക്കല്ല വരേണ്ടത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടൂ എന്ന ആയത്തല്ല അന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചത്, അവർക്ക് മറുപടി കൊടുത്തത്. ഫഫിറൂ ഇലല്ലാഹ് എന്ന് പറയുന്ന ആയത്ത് പഠിപ്പിക്കാൻ വന്ന തിരുദൂതരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഗ്രാമീണരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഐനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി, ഞങ്ങള് ജനങ്ങള് അതാത് നബിമാരുടെ അടുത്തേക്ക് അല്ലാതെ വേറെ എവിടേക്കാണ് ഓടിച്ചെല്ലുക എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയില്ല. എന്നാൽ ഇപ്രകാരം തന്നെയാണ് പിന്നീടും ഇതുപോലെയുള്ള ക്ഷാമമുണ്ടാകുമ്പോൾ ജനം ചെയ്തത്. അവർ നേരെ ചെല്ലുകയാണ് നബിയുടെ അടുത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും ഇപ്രകാരം ഒരിക്കൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അസാബന്നാസു ഖഹ്തുൻ ഫി സമനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫജാഅ റജുലുൻ, ഒരു പ്രമുഖനായ വ്യക്തി നേരെ പോവുകയാണ്. ആരാണ് ഈ പ്രമുഖനായ വ്യക്തി? ബിലാൽ ഇബ്നുൽ ഹാരിസ് മുസ്നി എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ സ്വഹാബി. ആ സ്വഹാബി വര്യൻ നേരെ ഓടുന്നത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാമെന്ന് തീരുമാനിക്കാനല്ല, അല്ലെങ്കിൽ അദ്ദേഹം നേർക്കുനേരെ ഇരുന്ന് ദ്വാ ചെയ്യുകയല്ല. അന്നത്തെ മഹാന്മാരായ ഒരുപാട് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരോട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുവീനെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നില്ല. അദ്ദേഹം നേരെ ഓടിച്ചെല്ലുന്നത് ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്കാണ് പോയത്. എന്നിട്ടോ ഫഖാല യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക, അങ്ങയുടെ സമൂഹത്തിനു വേണ്ടി, അങ്ങയുടെ സമുദായത്തിനു വേണ്ടി അങ്ങ് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും. ജീവിച്ചിരിക്കുന്ന നബിയുടെ മുന്നിലല്ല ചെന്ന് പറയുന്നത്, ഖബറിലെടുത്ത് ചെന്ന് സ്വഹാബി വര്യൻ പറയുകയാണ്, ഇസ്തസ്ഖി ലി ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിനു മഴയ്ക്കു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലും നബിയേ. ഫഇന്നഹും ഖദ് ഹുലികൂ, കാരണം അവരാകെ നശിച്ചിരിക്കുന്നു, അവരാകെ ഇല്ലാതായിരിക്കുന്നു, ജലക്ഷാമം വല്ലാതെയായിട്ടുണ്ട്. അങ്ങനെ പരീക്ഷീണനായി അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് ബിലാലുൽ മുസ്നിയോട് ഈ ഉമർ ഫഅഖ്രിഹു മിന്നി സലാം, അതെ നിങ്ങൾ പോയിട്ട് ഈ വിഷയം ഉമർ അല്ലാഹുവിനോട് പറയുക, ഭരിക്കുന്നത് അദ്ദേഹമാണല്ലോ, വിവിധ പരാതികൾ അങ്ങോട്ട് ഇപ്പോഴെത്തും, വിവിധ ആളുകളെത്തും, ഏതായാലും അവർക്കുടനെ മഴ ലഭിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന വർത്തമാനം, ഉണ്ടായ വർത്തമാനം, എന്നിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഈ സുവിശേഷം നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുക, അദ്ദേഹത്തോട് അദ്ദേഹം എല്ലാ മനുഷ്യർക്കും വിളംബരം ചെയ്യട്ടെ, മഴ ഉടനെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായിട്ടുണ്ട് എന്ന വിവരം നിങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറയുവീൻ. അദ്ദേഹം അങ്ങനെ ചെല്ലുന്നു. ഫഅത റജുൽ ഫഅഖ്ബറ ഉമറ ഫഖാല യാ റബ്ബി മാ ആലു ഇല്ലാ മാ അജിസ്തു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർത്തുകൊണ്ട്, എൻ്റെ ഭരണത്തിൻ്റെ പാരുഷ്യം കൊണ്ടാണോ കാർക്കശ്യം കൊണ്ടാണോ മഴ ലഭിക്കാത്തത് എന്ന് അദ്ദേഹം വിനയപൂർവ്വം ഓർത്ത് കരയുകയാണ്. ഈ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടായ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചു. ഇതിൽ വെറുതെ ഇനി മറ്റു വളച്ചുകെട്ടലുകളൊന്നും ആവശ്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ സംഭവത്തെ നിഷേധിക്കാൻ വേണ്ട കൃത്രിമമായ കുറെ അടവുകൾ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം വളരെ വ്യക്തമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച ആളുകളിൽ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇത്. ഇതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇമാം ബുഖാരി തന്റെ താരീഖിൽ തുടങ്ങി ഒട്ടേറെ മഹാന്മാർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രാമാണികനായി ഇവിടുത്തെ ഉൽപ്പതിഷ്ണുക്കൾ തന്നെ സ്വീകരിക്കാറുള്ള ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായയിലും അതുപോലെ തന്നെ മുസ്നദ് ഫാറൂഖ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിലുമൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അന്നത്തെ ജനതയുടെ മനസ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് പഠിച്ച ആളുകളുടെ രീതിയാണ് ഇവിടെ കണ്ടത്. അവർ പ്രശ്നം വരുമ്പോൾ ഉടനെ ഓടുകയാണ്.
ഉമ്മു കുൽസൂം ബീവിക്ക് പ്രതിസന്ധി തന്നപ്പോൾ നേരെ ഓടുക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ അടുത്തേക്ക് എല്ലാവരും കൂടെ വരികയാണ്, എന്താ മഴയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. ആയിഷ ബീവി നേരെ കൊണ്ടുപോകുന്നത് ജാറത്തിലേക്ക്. ഇങ്ങനെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തിൽ പോവുകയും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവിധങ്ങളായ രീതിയിലുള്ള അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്യുന്ന സംഭവം സ്വഹാബികളുടെ ഇടയിൽ ധാരാളമാണ്. 4ാം ഖലീഫയായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം തൗഹീദിന്റെ വലിയ ഒരു പ്രചാരകനും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളുമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 3 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു രംഗം സാക്ഷിയാകേണ്ടി വന്നു. നോക്കൂ, റവാ അബൂ സാദിഖ് അലി ഖാല ഖാദിമ അലൈനാ അറാബിയ്യൻ ബഅദമാ ദഫന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസത്തി അയ്യാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫൻ ചെയ്തിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ഒരു അറാബി ഓടി വരികയാണ്, ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഓടി വരികയാണ്. ഫറമാ ബിനഫ്സിഹി അലാ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്ന് വീഴുകയാണ് അദ്ദേഹം. അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് തലയിൽ വാരിയിട്ടിട്ട് വല്ലാത്ത പരിഭ്രാന്തി കാണിക്കുകയാണ്, വലിയ സങ്കടം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ അറാബി പറയുന്നു, ഖുൽത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് ഞങ്ങളോട് ഒരുപാട് ഉപദേശിച്ചു, ആ ഉപദേശമൊക്കെ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സന്ദേശം അങ്ങ് ഉൾക്കൊള്ളുകയും താങ്കളിൽ നിന്ന് ഞങ്ങൾ ആ സന്ദേശം മുഴുവനും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഖുർആനെന്നും ഖുർആനിൽ എന്താണ് പറയുന്നത് എന്നും ഞങ്ങൾക്കറിയാം, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വകാന ഫീമാ അൻസലല്ലാഹു അലൈക, അള്ളാഹു താങ്കൾക്ക് ഇറക്കി തന്ന ഖുർആനിൽ പെട്ടതല്ലേ, ഞങ്ങൾക്ക് താങ്കൾ പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ഭാഗമല്ലേ എന്ത്. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്. ഇത് താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, താങ്കളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയതല്ലേ അതിന്റെ പൊരുൾ എന്താണെന്ന്. അതുകൊണ്ട് ഇതാ വഖദ് ലലംതു നഫ്സീ, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ധാരാളം പാപങ്ങൾ തെറ്റുകൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട്. വജിത്തുക തസ്തഗ്ഫിറു ലീ, അങ്ങയോട് പാപമോചനം തേടിക്കൊണ്ട്, പാപമോചനത്തിനു തേടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു അങ്ങയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വഫാത്തായി 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു അറാബി വരികയാണ്, അവിടെ കിടന്ന് ഉരുളുകയാണ്, പേട്ടയ്യ. ഇതിന് സാക്ഷിയാവുകയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു ഓടിക്കുകയായിരുന്നോ ചെയ്തത്? റസൂലുള്ള വഫാത്തായിട്ട് തൗഹീദിന് വേണ്ടി നിലകൊണ്ട് ബദറും ഉഹദും അടങ്ങിയ ധാരാളം യുദ്ധങ്ങളും ഒരുപാട് ത്യാഗങ്ങളും സഹിച്ചത് 6400-ലേറെ വരുന്ന ആയത്തുകളിലൂടെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചു പോയ ആ തൗഹീദ് 3 ദിവസം കൊണ്ട് നിങ്ങൾ മറന്നുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു കോളർ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയായിരുന്നില്ല. പകരം ആ രംഗത്തിന് സാക്ഷിയാവുകയായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. ഈ അറാബി ഇവിടെ വന്ന് പെടഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു ശബ്ദം കേട്ടു, അൻഹു ഖദ് ഗഫറ ലക്, നിശ്ചയം അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, അല്ലാഹു നിന്റെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിന്റെ ഉറപ്പാണ്, അത് സംഭവിച്ചിരിക്കുന്നു. ഈ സംഭവം ആരെങ്കിലും ഉദ്ധരിക്കുകയാണോ, എങ്ങനെയെങ്കിലും ബലഹീനമാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ആരാണ് ഈ സംഭവം ഉദ്ധരിക്കുന്ന അറിയാമോ? നമുക്ക് ലഭ്യമായ തഫ്സീറുകളിൽ നിന്ന് പ്രഗൽഭരായ 4 മുഫസ്സിറുകൾ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ആയത്തിന്റെ പൊരുൾ ഇന്നതാണെന്നും ആ ആയത്ത് കൊണ്ട് മുസ്ലിം സമുദായം ചെയ്യേണ്ട അമല് ഇന്നതാണെന്നും നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് 4 പ്രഗൽഭരായ പണ്ഡിതന്മാർ. ആരൊക്കെ ഉണ്ട് അതിൽ നിന്നറിയാമോ? അൽ കശ്ഫ് വൽ ബയാൻ തഫ്സീർ സഅലബിയുണ്ട്, അതേ തഫ്സീർ ബഹറുൽ മുഹീത്ത് അബൂ ഹയ്യാൻ അൽ-ഉദ്ദുലുസിയുടെ തഫ്സീർ ബഹറുൽ മുഹീത്ത് ഉണ്ട്. ഇമാം ഖുർത്തുബിയുടെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ ഉണ്ട്. ഖുർആനിൽ നിന്നും ഹുക്മുകൾ കണ്ടെത്തിക്കൊണ്ട് അത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം എഴുതിയ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആനിൽ ഇമാം ഖുർത്തുബി നേർക്ക് നേരെ ഈ ആയത്ത് ഉദ്ധരിച്ച് കൂടുതലൊന്നും പറയാതെ ഇതാ ഈ ആയത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന നിലക്ക് നേർക്ക് നേരെ ഈ സംഭവം ഉദ്ധരിക്കുകയാണ്. മറ്റു കമന്റ്സ് ഒന്നും മറ്റു വിശദീകരണങ്ങളൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. വളരെ വ്യക്തമാണല്ലോ കാര്യം.
ഇമാം ഖുർത്തുബി എങ്ങനെ ചെയ്തു? ഇമാം നസഫി ഹിജ്റ 701 വഫാത്തായ ഇമാം നസഫിയുടെ മദാരിക്കു തൻസീലിൽ ഈ സംഭവം ഉദ്ധരിച്ച് സമർത്ഥിക്കുന്നത് കാണാം. ആയത്തിന്റെ സാരം ഉദ്ധരിക്കാൻ, ആയത്തിന്റെ താല്പര്യം ഉദ്ധരിക്കാൻ, ആയത്ത് കൊണ്ട് മുസ്ലിം സമുദായം എന്ത് അമലാണ് ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെടുത്താൻ അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ വെച്ചു നടന്ന ഈ സംഭവമാണ് പ്രഗത്ഭരായ 4 മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നത്. വേറെയും അബൂ സഈദ് സംആനിയും ഇബ്നു അസാക്കിറും ഇബ്നുൽ ജൗസിയും ഇബ്നു നജ്ജാറും ഈ സംഭവം വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചു കാണാൻ കഴിയും. അപ്പോൾ വളരെ പ്രശസ്തമായതും പ്രസിദ്ധമായതുമായ ഈ സംഭവം അലി റളിയല്ലാഹു അൻഹു ഇതിന് സാക്ഷിയാണ്. അലി റളിയല്ലാഹു അൻഹു നബിയുടെ മുന്നിൽ, ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് അറാബി നടത്തിയ ഈ ഇസ്തിഗാസയെ, ഈ തവസ്സുലിന്റെ ഒരു ഇനത്തെ, ഒരു രൂപത്തെ അദ്ദേഹം തടഞ്ഞില്ല, നിരുത്സാഹപ്പെടുത്തില്ല എന്നതാണ് സത്യം. കാരണം അലി റളിയല്ലാഹു തന്നെ ഈ ആദർശം, ഈ സിദ്ധാന്തം പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ദീവാന അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കവിതാ സമാഹാരത്തിൽ എടുത്ത് കാണാലോ. തവസ്സൽ ബിൻ നബിയ്യി ഫകുല്ലു ഖത്ബിൻ യഹൂനു ഇദാ തവസ്സല ബിൻ നബിയ്യി, തവസ്സൽ ബിൻ നബിയ്യി ഫകുല്ലു ഖത്ബിൻ യഹൂനു ഇദാ തവസ്സല ബിൻ നബിയ്യി. നബിയെ ഇടയാളനാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ, നിങ്ങളുടെ ആവശ്യം അല്ലാഹുവിൽ നിന്ന് വാങ്ങിത്തരാൻ നബിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, നബിയെ തവസ്സുലാക്കി കഴിയുന്നതോടുകൂടെ ഏത് പ്രയാസങ്ങളും നിസ്സാരമായി, ഏത് പ്രയാസവും സുസാധ്യമായി തീരും എന്ന് അലി റളിയല്ലാഹു അൻഹുവിന് തന്നെ അഭിപ്രായമുണ്ട്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലാണ് അറാബി ഇത് ചെയ്യുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 3 നാളുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ മകളും സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹയുടെ രീതി എന്താണ്? അവരും ഇങ്ങനെ തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറഞ്ഞത്. ഫാത്തിമ ബീവിയുടെ ഒരു പദ്യം നോക്കൂ. ബിഹഖീകകും ഫീ മആദിയ ഷാഫിഅ ഫഅന്താ ഗിയാസി ഫീ അമാനി വശിദ്ദതി. മകൾ ഫാത്തിമ ബീവി നബിയിൽ നിന്നും ദീനു പഠിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, മനസ്സിലാക്കാൻ സാധ്യതയുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമത്തു സഹ്റ നബിയെ കുറിച്ച് മനസ്സിലാക്കിയതും നബിയോട് നടത്തിയ ഇസ്തിഗാസയും നോക്കൂ. ബിഹഖീകകും ഫീ മആദിയ ഷാഫിഅ ഫഅൻതാ ഗിയാസി ഫീ അമാനി വശിദ്ദതി. എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ഞാൻ അഭയം തേടുമ്പോഴൊക്കെയും അങ്ങാണെൻ്റെ സഹായം, അങ്ങാണെൻ്റെ സഹായം. ഫഅൻത ഗിയാസി. ഫാത്തിമ ബീവിക്ക് ഇത് പറയാൻ പ്രയാസം ഉണ്ടായില്ല. ഫാത്തിമ ബീവിയുടെ ഭർത്താവിന് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായില്ല. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുത്തബിഉ സുന്ന എന്നറിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഹിജ്റ 53 ഒരു സംഭവം ഉണ്ടായി. ഹിജ്റ 53 മുആവിയയുടെ ഭരണം നടക്കുന്ന സന്ദർഭത്തിൽ ഇറാഖിലെ ഗവർണറായിരുന്ന സിയാദ് ബിൻ അബി സുഫിയാൻ എന്നറിയപ്പെടുന്ന ഒരു ഗവർണറെ താൻ ഇറാഖിൽ നിയമിച്ചിരുന്നു. ഇറാഖിൽ അദ്ദേഹം അടിച്ചമർത്തി നിയന്ത്രിച്ചു. വളരെ ക്രൂരനായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ ഇറാഖ് ഏതാണ്ട് നിയന്ത്രണാധീനമായപ്പോൾ അദ്ദേഹം മുആവിയക്ക് ഒരു കത്തെഴുതുകയാണ്. ഇന്നീ ഖദ് ലബത്തു ലക്കൽ ഇറാഖ് ബിശിമാലി. ഞാൻ എൻ്റെ ഇടതു കൈ കൊണ്ട് ഇറാഖ് കീഴ്പ്പെടുത്തി കഴിഞ്ഞു. വയമീനി ഫാരിഗ. എൻ്റെ വലതു കൈ ഇപ്പോൾ ശൂന്യമാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്, ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. എനിക്ക് ഒരു പടി കൂടി തരണം, ഹിജാസിന്റെ ഭരണം കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയപ്പോൾ മുആവിയ ഈ പറയുന്ന സിയാദ് ബിനു അബീഹിന് ഹിജാസിന്റെ, മക്കയും മദീനയും അടങ്ങുന്ന പ്രദേശത്തിന്റെ കൂടി ഭരണമേൽപ്പിച്ചു. അദ്ദേഹം വലിയ ക്രൂരനായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രൂരത കാണിക്കുന്ന സംഭവം അൽബിദായത്തു വന്നിഹായയിൽ ഹാഫിദ് ഇബ്നു കസീർ പറയുന്നത് കാണാം. ഇറാഖിൽ അദ്ദേഹം ഒരിക്കൽ ചോദിക്കുകയാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആബിദാരാണ്, വലിയ ഭക്തനാരാണ്? അതിന് വിവരം കിട്ടി. അയാൾ വരുത്തി. അയാളോട് പറഞ്ഞു, ഇൽസം ബൈതക്, നീ വീട്ടിലിരിക്കുക. വലാ തഖ്റുജ് മിൻഹു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. വനഉതീക മിനൽ മാലി മാ ശൈത, എനിക്ക് വേണ്ട പണം ഞാൻ തരാം. ആ മഹാൻ പറഞ്ഞു, ലൗ അഅതൈതനി മുൽക്കൽ അർളി മാ തറക്തു അൽ ഖുറൂജ ലിസ്വലാത്തിൽ ജമാഅ. നിങ്ങൾ എനിക്ക് ഈ ഭൂമിയുടെ അധികാരം മൊത്തം നൽകുകയാണെങ്കിൽ പോലും ഞാൻ ജമാഅത്തിന് പോകുന്നത് ഒഴിവാക്കൂല. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ ജമാഅത്തിന് പോയിക്കോ, പക്ഷേ മിണ്ടരുത്, ആരോടും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
അദ്ദേഹം പ്രതികരിച്ചു, ലാ സത്യഉ തർക്കൽ അംരി ബിൽ മഅറൂഫ് വന്നഹ്യി അനിൽ മുൻകർ. നല്ലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ജനങ്ങൾ ചെയ്യുന്ന തിന്മകളെ തടയാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇതും പറഞ്ഞപ്പോൾ ഈ സിയാദ് ബിൻ അബീഹ്, ക്രൂരനായ അദ്ദേഹം ആ ഭക്തനായ മനുഷ്യനെ കഴുത്തറക്കാൻ കൽപ്പിക്കുകയായിരുന്നു ചെയ്തു. അത്രക്ക് വലിയ ക്രൂരനാണ്. ഈ ക്രൂരത തിരിച്ചറിഞ്ഞിട്ട് ഹിജാസിലെ ആളുകളെ മുഴുവനും അവരെല്ലാവരും ഫലമ്മ ബലഗ അഹ്ലുൽ ഹിജാസ് ജാഉ ഇലാ അബ്ദുല്ലാഹി ബിൻ ഉമർ, എല്ലാവരും ചെന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സങ്കടം പറഞ്ഞു. എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? നമ്മുടെ നാട്ടിന് വരാൻ പോകുന്ന ആപത്ത് കണ്ടില്ലേ? സിയാദ് ബിൻ അബീഹാണ്, അദ്ദേഹത്തെയാണ് അത്രേ മുആവിയ ഇവിടുത്തെ ഗവർണറാക്കാൻ പോകുന്നത്. ഈ പ്രയാസം അദ്ദേഹത്തോട് നിരത്തിയപ്പോൾ അദ്ദേഹം ജനങ്ങളെയും കൂട്ടി നേരെ പോകുന്നു. എല്ലാവരും മസ്ജിദ് ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. മസ്ജിദിലായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് കാണാൻ ചെന്നിട്ടുള്ളത്. അദ്ദേഹം അവരെല്ലാവരെയും കൂട്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തിലേക്ക്, മഖ്ബറയിലേക്ക് വരികയാണ്. അവിടെ കുട്ടികളും ചെറിയവരും വലിയവരും ഒക്കെ കൂടിയിട്ടുണ്ട്. അവിടുന്ന് അവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് ജാറത്തിൽ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ഇദ്ദേഹത്തിൻ്റെ കരങ്ങളെ നീ മുടക്കണമേ, ഇദ്ദേഹത്തിൻ്റെ കരങ്ങളെ നീ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഇവർ നേരെ കടന്നു ചെല്ലുന്നത് വലജ്ജു ഇലല്ലാഹി വലാദു ബിഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ അങ്ങനെ 3 ദിവസവും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറയിൽ തന്നെ അഭയം തേടുകയായിരുന്നു. 3 ദിവസം ഇങ്ങനെ ശക്തമായ പ്രാർത്ഥന നടന്നപ്പോൾ സിയാദ് ബിനു അബീഹിന്റെ വരവ് എന്ന പ്രതിസന്ധി തീർക്കാൻ വേണ്ടി മുത്തബിഉ സുന്നയായ സ്വഹാബി പ്രമുഖനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ മുഴുവൻ ജനതയും, ഹിജറ 53-ലാണത്. ഹിജറ 53 എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പ്രമുഖന്മാരായ ആളുകൾ മുഴുവനും അന്ന് മദീനയിലുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് ബിൻ ഹാരിസ അവിടെ ഉണ്ടാവണം. നുഐമാൻ ബിൻ അംർ ബിൻ റിഫാ ജീവിച്ചിരിപ്പുണ്ട്, ബദരിയാണ്, അദ്ദേഹം മദീനയിലുണ്ട്. എന്തിനു പറയണം, ഉമ്മുൽ മുഅ്മിനീൻ സൗദ റളിയല്ലാഹു തആല അൻഹ അന്ന് മദീനയിലുണ്ട്. അർഖം ബിൻ അബിൽ അർഖം എന്നറിയപ്പെടുന്ന ഇസ്ലാമിലേക്ക് നേരത്തെ കടന്നു വന്ന 7ാമതായി കടന്നു വന്ന സ്വഹാബി വര്യൻ അവിടെയുണ്ട്. സഅദ് ബിൻ അബി വഖാസ് അവിടെയുണ്ട്. ഇവരൊക്കെയുള്ള കാലഘട്ടത്തിലാണ്, ഇവരൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇവർ 3 ദിവസം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറയിൽ കൂടുന്നത്. അവിടെ നിന്ന് അവിടെ കൂടി അവിടെ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഫലിച്ചു. സിയാദിന്റെ ശരീരത്തിൽ കയ്യിൽ ഒരു കുരു വന്നു. അത് വല്ലാതെ പഴുത്തു, അപകട നിലയിലെത്തി. അദ്ദേഹം മരിക്കുകയായിരുന്നു. റമദാൻ 3-നാണ് അദ്ദേഹം മരിക്കുന്നത്, ഹിജറ 53-ൽ. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി വന്നപ്പോൾ അപ്പോഴും ജനം ചെല്ലുന്നത് നേരെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്കാണ്, ആ മഖ്ബറയിലേക്കാണ് ചെല്ലുന്നത്. അവിടത്തെയോടാണ് അഭയം തേടുന്നത്, അവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് നാം എത്രയോ സംഭവങ്ങൾ, ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? ഇത് സ്വഹാബിയുടെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഇത് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷിയാകുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം എല്ലാവരും പങ്കെടുക്കുന്ന സംഭവങ്ങളാണ്. ഈ സംഭവം എത്രയോ പ്രഗത്ഭരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു ഭാഗം ഹാഫിള് ഇബ്നു കസീർ തന്നെ തൻ്റെ അൽബിദായയിൽ ഉദ്ധരിക്കുമ്പോൾ, മറ്റൊരു ഭാഗം മുറൂജ് ദഹബിൽ മസ്ഊദ് ഉദ്ധരിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് കൂടുതൽ വിവരണങ്ങളോടുകൂടെ അല്ലാമ ഉസ്സാമി തൻ്റെ സിമത്തുൻ നുജൂമിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഈ സംഭവം വളരെ വ്യക്തമാണ്, ഹിജ്റ 53-ലുണ്ടായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ മദീനക്കാരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ ജാറത്തിലേക്ക് പോവുക എന്ന് പറയുന്ന രീതി മദീനക്കാരുടെ ഒരു സ്ഥിരം രീതിയാണത്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പിൽക്കാലത്തുണ്ടായി നമുക്ക് പറയാനുണ്ട്. നാം ഇപ്പോൾ സ്വഹാബത്തിന്റെ കാലത്ത് നടന്ന സംഭവങ്ങളിൽ മാത്രം ഊന്നുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഓഫീസിൽ എന്തോ ഒരു കാര്യത്തിന് സ്ഥിരമായി വരുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം എപ്പോൾ വന്നാലും കാര്യങ്ങൾ നടക്കാതെ പലപ്പോഴും അത് തിരികെ പോകലാണ്. ഇങ്ങനെ വിഷണനായിരിക്കുമ്പോഴാണ് സ്വഹാബി വര്യനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്.
ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പോയിട്ട് നന്നായി വുളു ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യുക. നിസ്കരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫീ ഹാജതി ഹാദിഹി ഫതഖ്ളിഹാ ലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയ വശഫിഅനി ഫീഹി എന്ന് നിങ്ങൾ ദുആ ചെയ്യുക. ഏതാ സന്ദർഭം? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. 10-15 വർഷം കഴിഞ്ഞു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിയാണ് മറ്റൊരു മനുഷ്യനെ ഇത് പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്ന ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു, വതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ ഈ നബിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് ആ സെന്റൻസിന്റെ ശൈലി മാറുകയാണ്. യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയേ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫീ ഹാജതി ഹാദിഹി ഫതഖ്ളിഹാ ലി ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫീ ഹാജതി ഹാദിഹി ഫതഖ്ളിഹാ ലി എൻ്റെ ഈ വിഷയത്തിൽ ഞാൻ അങ്ങയെ ഇതാ അള്ളാഹുവിലേക്ക് മുൻനിർത്തിയിരിക്കുന്നു. അങ്ങയെ ഞാനിതാ അള്ളാഹുവിലേക്ക് മുൻനിർത്തിയിരിക്കുന്നു, അങ്ങന്റെ ആവശ്യം നിർവഹിച്ചു തരാൻ വേണ്ടി. സെന്റൻസ് വീണ്ടും ദിശ മാറുകയാണ്. അല്ലാഹുമ്മ ശഫിഉഹു ഫിയ വശഫിഅനി ഫീഹി, അള്ളാഹുവേ എൻ്റെ കാര്യത്തിൽ ഈ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെടുന്നത് നീ സ്വീകരിക്കണമേ. ഇവിടെ അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്കുനേരെ പറയുന്നു. 3 തരത്തിലുള്ള പ്രാർത്ഥനാ രീതിയും അടങ്ങുന്നുണ്ട്. ഈ പ്രാർത്ഥനാ വചനമാണ്, ഈ വാക്കുകളാണ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുന്നിലെത്തിപ്പെട്ട ആ പാവം മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം ഉടനെ പ്രകാരം പോയി വുളു ചെയ്തു, നിസ്കരിച്ചു, ദുആ ചെയ്തു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് പോയപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ഗേറ്റ് കീപ്പർ വഴി തന്നു. അവസരം കിട്ടി. അദ്ദേഹം ആവശ്യം നിർവഹിച്ചു, പോരുകയും ചെയ്തു. പോരുമ്പോഴാണ് വീണ്ടും ഉസ്മാൻ ഇബ്നു ഹുനൈഫിനെ ഈ മനുഷ്യൻ കാണുന്നത്. ആ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കാര്യം ഖലീഫയോട് പറഞ്ഞതുകൊണ്ടായിരിക്കണം അദ്ദേഹം വേഗം തന്നെ എൻ്റെ കാര്യം പരിഹരിച്ചു തന്നു. കാര്യങ്ങളൊക്കെ പരിഹാരമായി. അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തിരുത്തുകയാണ്, അല്ല സുഹൃത്തെ, സഹോദര, ഞാൻ താങ്കളുടെ കാര്യം ഖലീഫയോട് ഉണർത്തിയിട്ടൊന്നുമില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്നോ ഞാൻ പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരിക്കുമ്പോൾ, ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഒരു ലരീർ വന്നു, കാഴ്ച പോയ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതിന് കൂലി കിട്ടും. ഇങ്ങനെ കാഴ്ചയില്ലാതെ തുടരുകയും ആ പ്രതിസന്ധി സഹിച്ചു കൊണ്ടുപോവുകയും ചെയ്താൽ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരു വഴികാട്ടിയില്ല, ഒരു ഖായിദില്ല, എന്നെ പിടിച്ചുകൊണ്ടു പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നയിക്കാൻ എനിക്കൊരാൾ തുണയില്ല, അതുകൊണ്ട് കാഴ്ച കിട്ടിയേ പറ്റൂ, അങ്ങ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയായിരുന്നില്ല ചെയ്തത്. പകരം എന്തു ചെയ്തെന്നോ, നീ ഇങ്ങനെ ദുആ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു ദുആ അങ്ങോട്ട് പഠിപ്പിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ആവശ്യങ്ങളുമായി വന്നാൽ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട് പ്രാർത്ഥിക്കാറാണ്. ഇപ്രാവശ്യം അങ്ങനെയല്ല കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദുആ അദ്ദേഹത്തിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതാണ് ആ ദുആ എന്നറിയാമോ? ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പറയുന്നു, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലരീറിനോട്, കണ്ണിന് കാഴ്ചക്കുറവുള്ള മനുഷ്യനോട് പറഞ്ഞത്, നീ പോയി വുളു ചെയ്യുക, വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക, നിസ്കരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫീ ഹാജതി ഹാദിഹി ഫതഖ്ളിഹാ ലി
അല്ലാഹുമ്മ ശഫിഉഹു ഫിയ വശഫിഉനി ഫീഹി എന്ന് നീ ദുആ ചെയ്യുക. ആരാ പഠിപ്പിക്കുന്നത്? ഉദ്ഉ ബിഹാദിഹി ദഅവാത്ത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉദ്ഉ ബിഹാദിഹി ദഅവാത്ത്. ദുആ എന്ന പദത്തിന്റെ നിർവചനത്തെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി അതിൽ കെട്ടിത്തിരിയുന്നവർ മുഴുവനും ഇവിടെ കുടുങ്ങും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ വാചകത്തെക്കുറിച്ച് റസൂൽ തന്നെ പറയുന്നത് ഇത് ദുആയാണ് എന്നാണ്. ഈ ദുആയിൽ കടന്നു വരുന്ന രീതി എന്തൊക്കെയുണ്ട്? ഒന്ന് തവസ്സുലിന്റെ ഭാഗമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യുർ റഹ്മ. നബിയെ, ഈ കാരുണ്യവാനായ നബിയെ മുന്നിട്ടിതാ ചോദിക്കുന്നു. അല്ലാഹുവേ, തവസ്സുൽ നേർക്ക് നേരെ മധ്യവർത്തിയാക്കുന്ന രീതിയാണ്. മധ്യവർത്തനത്തിന്റെ ഒരു സൈഡാണത്. എന്നാൽ പിന്നീട് വരുന്നത് തവസ്സുലിന്റെ മറ്റേ രീതിയാണ്. യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലിഹാ ലീ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ മുൻനിർത്തി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, താങ്കൾ എനിക്ക് വേണ്ടി ഇടപെടണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസയാണ്. തവസ്സുലിന്റെ രണ്ടാമത്തെ രീതിയാണ്. തുടർന്ന് വീണ്ടും പ്രാർത്ഥന മാറുന്നു. നോക്കൂ, അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് സ്വീകരിക്കണമേ. അല്ലാഹുവിനോട് നേർക്ക് നേരെയുള്ള ചോദ്യമാണ്. ഈ മൂന്ന് രീതിയും വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ പ്രാർത്ഥനയെ പറ്റി റസൂൽ കരീം പറഞ്ഞത് ഉദ്ഉ ബിഹാദിഹി ദഅവാത്ത്, ഈ ദുആ നീ ചൊല്ലിക്കോളൂ, ചെയ്തോളൂ എന്നാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തു. അങ്ങേയപ്പുറത്തിരുന്നു കൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. നിസ്കരിച്ചു, ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങേപ്പുറത്താണ്, ഞങ്ങളൊക്കെ ഇപ്പുറത്താണ്. അദ്ദേഹം അപ്പുറത്തിരുന്നു കൊണ്ട്, അകലെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു. ഇവിടെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട്. എപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അല്പം കഴിഞ്ഞു കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രയാസമുണ്ടാകുമ്പോഴൊക്കെയും നീ ഈ ദുആ ആവർത്തിച്ചോളൂ എന്ന നിർദ്ദേശവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. ഈ അനുഭവം വെച്ചുകൊണ്ടാണ് പെട്ടെന്നൊരു വഴി എന്നുള്ള നിലക്ക് അന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ പകർത്തിയ ഈ ദുആ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖലീഫയിൽ നിന്നും നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് കഴിഞ്ഞത്. ഈ സംഭവം ഇതിൽ എന്തെല്ലാമുണ്ട്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ ചെയ്തോളാൻ പറയുന്നു. അതെ, ഇതിൽ തവസ്സുലുണ്ട്, ഇസ്തിഗാസയുണ്ട്. അത് അടങ്ങുന്ന ആ പ്രാർത്ഥന സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിന് ദുആ എന്ന് പേരിടുന്നു. പിന്നീട് വഫാത്തിന് ശേഷവും സ്വഹാബികൾ ആവശ്യാനുസരണം ഈ ദുആ ഉപയോഗിക്കുന്നു. ഇത് ഇന്നും ഖളാഉൽ ഹാജത്ത്, ആവശ്യങ്ങൾ നിർവഹിക്കാനും നിവർത്തിക്കാനുള്ള പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു. സ്വഹാബികളാണ് ഇത് ചെയ്തത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം, അധ്യാപനം അതിന്റെ പിന്നിലുണ്ട്. ഈ സംഭവം ആരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്? ഒരു ഡസൻ കണക്കിന് ആളുകളെ പറ്റി പറയാനുണ്ട്. ഇമാം നസായി, ഹാക്കിം, ഇബ്നു ഹുസൈമ, അതുപോലെ തന്നെ അബൂ നുഐം, തൊബറാനി, ബൈഹഖി, ഹാഫിദുൽ ദഹബി, അപ്രകാരം അല്ലാമ മുനാവി, ഇങ്ങനെ അടങ്ങുന്ന പ്രഗത്ഭരായ ആളുകൾ മുഴുവനും ഈ ഹദീസ് അതിൻ്റെ വ്യത്യസ്ത വഴികളിലൂടെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഒരു അനുഭവം ഇതാണ്. അപ്പോൾ സ്വഹാബത്ത് എന്തു ചെയ്തിരുന്നു? അവരുടെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർ ജാറങ്ങളിലേക്ക് വന്നിരുന്നോ, അതല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ രീതിയായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, പ്രത്യേകിച്ചും മദീനാവാസികളുടെ, അതാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് രേഖ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷങ്ങൾ അവർ സാക്ഷിയായ മദീന മുനവ്വറ, ആ മദീനയിലെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവസാനത്തെ ദീനിന്റെ വേർഷൻ, അതെ, എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഒടുവിൽ ദീനിന്റെ പരിശുദ്ധമായ രൂപം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആ സ്വഹാബത്തിന്റെ ജീവിതമാണ് നമ്മൾ കാണുന്നത്. ആ ജീവിതം ഉൾക്കൊണ്ട മദീനവാസികളുടെ തുടർന്നു വന്ന തലമുറയുടെയും ജീവിതമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. സ്വഹാബത്ത് നേതൃത്വം കൊടുത്ത ഇസ്തിഗാസയുടെ, തവസ്സുലിന്റെ അനുഭവങ്ങളാണ് നമ്മൾ ഈ കണ്ടത് മുഴുവനും. ഇതിലെല്ലാം പ്രഗത്ഭരായ ആളുകളാണ്, ജനങ്ങൾ മുഴുവനും സാക്ഷിയാണ്. ഒരു സംഭവം നോക്കൂ. സയ്യിദുനാ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സ്വഹാബി വര്യർ, വലിയ പ്രഗത്ഭനായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 55 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് കാണാം. മുത്തഫഖുൻ അലൈഹി 7 ഹദീസുകളുണ്ട്. ബുഖാരിക്ക് തനിയെ മറ്റൊരു ഹദീസും, അപ്രകാരം മുസ്ലിമിന് തനിയെ 9 ഹദീസും വേറെ കാണാം. പ്രഗത്ഭരായ ആളുകൾ മുഴുവനും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സ്വഹാബി വര്യനാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹം ഉദ്ധരിച്ചൊരു ഹദീസ് നോക്കൂ. അൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. ഇമാം ബുഖാരി
1344 നമ്പറായും ഇമാം മുസ്ലിം 2296 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമൻ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിനം പുറപ്പെടുകയാണ്. ഫസല്ല അലാ അഹ്ലി ഉഹദ് സ്വലാത്തുഹു അലൽ മയ്യിത്ത്, ഉഹദിലെ രക്തസാക്ഷികൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കാരം നിസ്കരിച്ചു. തുമൻസറഫ ഇലൽ മിമ്പർ, പിന്നീട് മിമ്പറിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നി ഫറത്തുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നേരത്തെ കരുതി വെക്കുന്നവനാണ്. വ അന ഷഹീദുൻ അലൈക്കും, നിങ്ങളുടെ വിഷയങ്ങൾ മുഴുവനും കാണുന്നവനാണ് ഞാൻ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായും കാണുന്നവനാണ് ഞാൻ. സംശയിക്കേണ്ട, നിങ്ങളുടെ ദുനിയാവിലെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ കാണുന്നത്. വ ഇന്നി വല്ലാഹി ല അൻദുറു ഇലാ ഹൗദി അൽആൻ, ഹൗദുൽ കൗസർ തന്നെ, മഹ്ശറിൽ നിന്ന് കിട്ടാനിരിക്കുന്ന ഹൗദുൽ കൗസർ വരെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വ ഇന്നി ഉഅതീതു മഫാതീഹൽ അർദ്, എനിക്ക് ഭൂമിയുടെ ചാവി മുഴുവനും അല്ലാഹു നൽകി കഴിഞ്ഞു. എനിക്ക് നൽകി കഴിഞ്ഞു. വ ഇന്നി വല്ലാഹി മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, അല്ലാഹുവാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോളൂ, നിങ്ങൾ എനിക്കു ശേഷം, ഞാൻ പോയതിനു ശേഷം നിങ്ങൾ ശിർക്കിൽ അപതിക്കുമെന്ന്, നിങ്ങളെല്ലാവരും ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഭയക്കുന്നില്ല. നിങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുമെന്നതിനെ കുറിച്ച് എനിക്കൊരു ഭയമേയില്ല. പിന്നെ എന്താണ് എനിക്കുള്ള ഭയം? നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണ്. യാതൊരു നിലക്കും തള്ളിക്കളയാനാവാത്ത, എന്നാൽ ഇത്തരം ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ ഹദീസ്. ആ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഉറച്ചു വിശ്വസിച്ചു പറയുന്നു, എനിക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന മുഴുവൻ സംഭവഗതികളെയും അറിയാം. വ അന ഷഹീദുൻ അലൈക്കും, അതെ, നിങ്ങളുടെ എല്ലാ സംഗതികളിലും ഞാൻ സാക്ഷിയാണ്, ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. എന്നാൽ എനിക്ക് എനിക്കു ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന ഭയം എനിക്കില്ല. എനിക്ക് നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന ഭയമേ ഇല്ല. പിന്നെ എന്തേ ഭയമുള്ളൂ? വലാകിന്ന ഖാഫു അലൈക്കും അൻ തതനാഫസൂ ബിഹാ, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഭൂമിയിലെ സൗകര്യങ്ങളും ആധിപത്യവും ഭരണവും അങ്ങനെ കിട്ടുന്ന ഭൗതിക വിഭവങ്ങളും, അവിടെ നിങ്ങൾ ഒരു പക്ഷേ മത്സരബുദ്ധിയോടുകൂടെ അതിനുവേണ്ടി പോരടിക്കുകയും നശിക്കുകയും ചെയ്തേക്കാം. അതേക്കുറിച്ച് എനിക്ക് ഭയമുണ്ടെന്നല്ലാതെ നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്ന ഭയമേ ഇല്ല എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഒടുവിലായി നടത്തിയ തൻ്റെ മിമ്പർ പ്രഭാഷണത്തിന് സാക്ഷിയായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്താണ് ഉഖബത്ത് ബിൻ ആമിർ ഇതിൽ നിന്ന് കേൾക്കുന്നത്, കാണുന്നത്? നിങ്ങൾ ഒരിക്കലും ശിർക്കിൽ ആപതിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് ഭയമേ ഇല്ല. പിന്നെയോ എനിക്ക് ഭൂമി മുഴുവനും കീഴ്പ്പെടുത്തി തരികയാണ് അല്ലാഹു. അതേ മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഹുസൈമ ഉദ്ധരിച്ചു, സൗബാനിൽ നിന്നും ഉദ്ധരിച്ച ഹദീസ് കാണാം, ഇന്നല്ലാഹ സവാലി അൽ അർള്, എനിക്ക് ഭൂമി മുഴുവനും അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതെ, ഇന്നി ഉഅതീതു മഫാതീഹൽ അർളി, ഭൂമിയുടെ ചാവി മുഴുവനും എനിക്ക് അല്ലാഹു നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സുവിശേഷമാണ് ഉഖബത്ത് ബിൻ ആമിർ കേൾക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഷാം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഷാം ഡമസ്കസിലാണ് കൂടുതൽ കാലം ജീവിച്ചത്. ഡമസ്കസ് വിജയമുണ്ടായി, ഡമസ്കസ് ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് വരികയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ ഷാമിൽ നിന്നും മദീനയിലേക്ക് എത്താൻ 7 ദിവസം എടുത്തു. 7 ദിവസം എടുത്താണ് മദീനയിലേക്ക് എത്തിയത്. എന്നാൽ വിവരമൊക്കെ അറിയിച്ച്, സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. നേരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുന്നു. എന്താണ് ആവശ്യമെന്നറിയാമോ? വന്നതുപോലെ പ്രയാസപ്പെടാൻ വയ്യ. തിരിച്ചു പോകുമ്പോൾ യാത്രയൊന്ന് ചുരുങ്ങിക്കിട്ടണം. ഷാമിലേക്കുള്ള യാത്ര വരുമ്പോൾ 7 ദിവസം എടുത്തു. എന്നാൽ ഇവിടുന്ന് വീണ്ടും മദീനയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അതേ വഴി ദൂരമാണ്. എന്നാൽ ഉഖബത്ത് ബിൻ ആമിർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി ആവശ്യപ്പെടുന്നത് എന്താണ്? വഴി ചുരുങ്ങി കിട്ടണം. വഴി ചുരുങ്ങാൻ വേണ്ടി നേരെ ചെല്ലുന്നത് മഖ്ബറയിലെ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ റസൂലിന് ഭൂമി മുഴുവനും ചുരുട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് സാക്ഷിയാണ് ഉഖബത്ത് ബിൻ ആമിർ. അതുകൊണ്ട് തന്നെ ഉഖബത്ത് ബിൻ ആമിർ നേരെ ചെല്ലുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കാണ്.
അവിടെ പോയിട്ടാണ് അദ്ദേഹം റസൂലുള്ളാഹിനെ ഇടയാളനാക്കി റസൂലുള്ളാഹിയോട് തനിക്ക് വേണ്ടി ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, വഴി ചുരുങ്ങി കിട്ടണോ. മദീനയിൽ കിടക്കുന്ന റൗളാ ഷരീഫിൽ കിടക്കുന്ന രാജകുമാരന് അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമി അതിൻ്റെ സർവേയോ അല്ലെങ്കിൽ ഷാമിനെ എടുത്തുകൊണ്ട് മദീന അടുത്തേക്ക് കൊണ്ടു വെക്കാനോ മദീനയെ എടുത്തുകൊണ്ട് ഷാമിൻ്റെ അടുത്തേക്ക് കൊണ്ടു വെക്കാനോ കഴിയുമോ എന്നൊക്കെ നിങ്ങൾ യുക്തിവാദം ആലോചിക്കേണ്ട ആവശ്യമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. കാരണം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന് അറിയാം, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇടപെടണേ എന്ന് നബിയോട് ആവശ്യപ്പെടുന്നതും ശിർക്കല്ലെന്നും വഇന്നി വല്ലാഹി മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ശിർക്കിൽ ചെന്ന് പെടില്ലെന്നും വ്യക്തമായ പാഠമുള്ള ബോധമുള്ളയാളാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അവിടെ ചെല്ലുകയാണ്. ഈ സംഭവം ഇമാം നവവിയാണ് തൻ്റെ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ പറയുന്നത്. വവസലൽ മദീനത ഫീ 7 അയ്യാം, 7 ദിവസം എടുത്തുകൊണ്ട് മദീനയിലേക്ക് എത്താൻ. വറജഅ മിൻഹാ ഇല ശാം ഫീ യൗമൈനി വനിസ്ഫ, എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2.5 ദിവസം എടുത്തുള്ളൂ. പ്രാർത്ഥനയുടെ ഫലം നോക്കൂ, 2.5 ദിവസം കൊണ്ട് മദീനയിൽ നിന്ന് ഷാമിലേക്ക് എത്തി. എന്താ അങ്ങനെ എത്താൻ കാരണം? ബിദുആഇഹി ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് വന്ന് അദ്ദേഹം ദുആ ചെയ്തതിന്റെ ഫലമായി വതശഫുഇഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി, വഴി കുറച്ചു തരാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നബിയോട് ആവശ്യപ്പെട്ടതിന്റെ ഫലമായി. നോക്കൂ നിങ്ങൾ, അപ്പോൾ അവരുടെ ഏതു ചെറുതും വലുതുമായ പ്രതിസന്ധികളിൽ അവർ നേർക്കുനേരെ ചെയ്തിരുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോവുകയും ഇസ്തിഗാസ നടത്തുകയും തശഫുഅ ചെയ്യുകയും തവസ്സുൽ ചെയ്യുകയും ആ മഖ്ബറയുടെ പുണ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെയായിരുന്നു. ഇത് എത്ര സംഭവങ്ങൾ ഇപ്രകാരം സ്വഹാബത്തിന്റെ മൊത്തം ജീവിതാനുഭവങ്ങളാണിത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാവതല്ല. ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ നിവേദനത്തിൽ കണ്ടെത്താൻ കഴിയുന്ന വൈകല്യങ്ങളോ അല്ലെങ്കിൽ ബലഹീനതയോ മാത്രം പിടിച്ചിട്ട് തള്ളിക്കളയാൻ നിഷേധിക്കാൻ സാധ്യമല്ല ഇത്. കാരണം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സാധ്യമല്ല ഇത്. കാരണം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിച്ചുകൊണ്ട് പിന്നീട് കടന്നു വന്ന ഉത്തമ സമുദായത്തിൻ്റെയും ആ ഉത്തമ സമുദായത്തെ പിൻപറ്റിക്കൊണ്ട് പിന്നീട് കടന്നു വന്ന ഒരുപാട് സമൂഹങ്ങളെയും സമുദായത്തെയും പിന്നിട്ട കാലങ്ങളെയൊക്കെ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതാണ്. അവസാനത്തെ സ്വഹാബി എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒടുവിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തുന്ന രംഗം ഹദീസുകളിൽ കാണാം. ഈസാ നബി അലൈഹിസ്സലാം ഇസ്തിഗാസ അംഗീകരിക്കുകയും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അംഗീകരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യ പുത്രനായി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് തിരുദൂതരുടെ ആഗമനത്തെക്കുറിച്ച് സുവിശേഷിക്കാൻ വന്ന പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹം നടത്തിയ സുവിശേഷം ഏറ്റവും വിശ്വസ്തമായ സുവിശേഷങ്ങളിൽ ഏറ്റവും വിശ്വസ്തമായ സത്യസന്ധമായ ബർണബാസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബർണബാസ് സുവിശേഷം മറ്റു 4 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, സത്യസന്ധവുമാണ്. നാം ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ യഥാർത്ഥ ക്രിസ്തീയതയെ കുറിച്ചു കാണിച്ചു കൊടുക്കാൻ, യഥാർത്ഥ ക്രിസ്തീയത ഏതാണെന്ന് വരച്ചു കാണിച്ചു കൊടുക്കാൻ ഉദ്ധരിക്കുന്ന നിർദ്ദേശിക്കുന്ന ഒരു സുവിശേഷമാണ് ബർണബാസ് സുവിശേഷം. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബർണബാസ് യേശുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയാണ്, മറ്റു സുവിശേഷ രചയിതാക്കളെ പോലെയല്ല. അദ്ദേഹം നേർക്കുനേരെ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ യേശുവുമായുള്ള സമ്പർക്കത്തിൽ കൂടി ഞാൻ നേരിട്ട് കണ്ടതും കേട്ടതുമായ സത്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. ആ സുവിശേഷത്തിൽ അതിൻ്റെ 97-ാം അധ്യായത്തിൽ കാണാം, 5000-ഓളം വരുന്ന പുരുഷാരത്തോട് ജനാവലിയോട് ഈസാ നബി അലൈഹിസ്സലാം സുവിശേഷം പ്രസംഗിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് ചോദിക്കുകയാണ്. അവിടുത്തെ പൗരമുഖ്യന്മാർ ആരാഞ്ഞു എന്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ പ്രത്യേകത, തിരുദൂതരുടെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. രക്ഷകന്റെ പേര്, ആ വരാനിരിക്കുന്ന രക്ഷകന്റെ പേര് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ്. കാരണം
ദൈവം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോഴേ ആ പേര് നൽകിയിരുന്നു. എന്നിട്ട് ആ ആത്മാവിനെ ഒരു സ്വർഗീയ തേജസ്സായി സൂക്ഷിച്ചിരുന്നു. ദൈവം പറഞ്ഞു, കുറച്ചു കാത്തിരിക്കൂ മുഹമ്മദ്, താങ്കൾക്ക് വേണ്ടി പറുദീസായെയും ഭൂമിയെയും ഒരു വലിയ ജീവജാല സമൂഹത്തെയും ഒക്കെ എനിക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. അവയ്ക്ക് താങ്കളെ ഞാനൊരു സമ്മാനമാക്കും. അങ്ങനെ താങ്കൾ ആര് അനുഗ്രഹിക്കുന്നുവോ അവൻ അനുഗ്രഹിക്കപ്പെടും, ആര് ശപിക്കുന്നുവോ അവൻ എന്നേക്കുമായി ശപിക്കപ്പെടും. ഞാൻ താങ്കളെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ താങ്കളെ എൻ്റെ ഒരു ദൂതനായിട്ടാണ് അയക്കുക. താങ്കളുടെ വാക്കുകൾ ഞാൻ സത്യമാക്കുകയും ചെയ്യും. അതിനാൽ സ്വർഗവും ഭൂമിയും പരാജയമടഞ്ഞാലും താങ്കളുടെ വാക്കുകൾ അഥവാ മതം പരാജയപ്പെടുകയില്ല. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത നാമം എന്ന് പറഞ്ഞ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, നേരത്തെ തന്നെ അള്ളാഹു എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി, അദ്ദേഹത്തിനു വേണ്ടിയാണ് പിന്നീട് ലോകത്തിന്റെ ബാക്കിയെല്ലാം പടക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈസാ നബി അലൈഹിസ്സലാം വിളംബരം ചെയ്യുകയാണ്. തിരുദൂതരുടെ മഹത്വമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബർണബാസ് വിശേഷത്തിൽ ഈ വരികൾ കാണാം. ഇങ്ങനെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അങ്ങ് കേട്ടപ്പോൾ, അതെ, ആത്മീയ ലോകത്ത് സജീവമായിരിക്കുന്ന അള്ളാഹുവിന്റെ മുഴുവൻ ആദരവും പറ്റി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷം കേട്ടപ്പോൾ, അവിടുത്തെ പ്രത്യേകത കേട്ടപ്പോൾ ജനസമൂഹം അവരുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഓ ദൈവമേ, ഞങ്ങൾക്ക് നിന്റെ ദൂതനെ അയച്ചു തരൂ, ഓ ദൈവമേ, ഞങ്ങൾക്ക് നിന്റെ ദൂതനെ അയച്ചു തരൂ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് അന്ന് ആത്മീയ ലോകത്തുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ് ജനം. ഓ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഈ ലോകത്തിന്റെ മോക്ഷത്തിനായി എളുപ്പം താങ്കൾ വന്നാലും, എളുപ്പം വന്നാലും, മുഹമ്മദ് നബിയെ എളുപ്പം വന്നാലും, ഞങ്ങൾ രക്ഷിക്കാൻ ലോകത്തിന്റെ മോക്ഷത്തിനു വേണ്ടി എളുപ്പം അങ്ങ് വന്നാലും എന്ന് നബിയെ വിളിച്ച് ആവശ്യപ്പെടുന്ന രംഗം ഈ ബർണബാസ് സുവിശേഷത്തിൽ കാണാം. Then the crowd lifted the voices saying, O God, send us thy messenger. Ya Muhammad, come quickly for the salvation of the world. ഈ രംഗം അദ്ദേഹം ഉദ്ധരിക്കുന്നു, പകർത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് അറിയാവുന്ന ഈസാ നബി അലൈഹിസ്സലാം ആ ജനത നബിയെ നേർക്കുനേരെ വിളിച്ചപ്പോൾ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ അവരെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഈ പ്രവാചകർ ഈസാ നബി അലൈഹിസ്സലാം പിന്നീട് അവസാനം വരും. വല്ലദീ നഫ്സു അബുൽ ഖാസിം ബിയദിഹി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബുൽ ഖാസിം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ഞാനാണ് സത്യം, എൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദലൻ, നല്ല നീതിമാനായ ഭരണാധികാരിയായിട്ട്. ഫലയുകസ്സിറന്ന സ്വലീബ വലയുഖത്തിലന്ന ഖിൻസീർ വലയുസ്ലിഹന്ന ദാതൽ ബൈൻ വലയുദ്ഹിബന്ന ശഹ്നാ ഫലയുഅറദന്ന അലൈഹിൽ മാലു ثم لئن قام على قبري فقال يا محمد لأجيبنه. ഈസാ നബി അലൈഹിസ്സലാം അതെ ക്രൈസ്തവതയുടെ ചിഹ്നങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തും. അങ്ങനെ ഒടുവിൽ എൻ്റെ ഖബറിനടുത്തെത്തും. ലഇൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദ്, അങ്ങനെ എൻ്റെ ഖബറിനടുത്തെത്തിയിട്ട് എന്നെ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ലഉജീബന്നഹു, ഞാൻ ആ എൻ്റെ സഹോദരന് ഈസാ പ്രവാചകന് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം വരുന്ന വിവരവും അങ്ങനെ ഖബറിൻ്റെ അടുത്ത് വരുന്നതും വന്നു വിളിച്ചാൽ ഉത്തരം ചെയ്യുമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ നമ്മോട് പ്രവചിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന ഒരു സംഭവം, മദീനയുടെ റൗളാ ഷരീഫിൽ വരാനിരിക്കുന്ന ഒരു സംഭവം, അതെ, ഇങ്ങനെ ഒടുവിലത്തെ സ്വഹാബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈസാ നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ മുമ്പത്തെ പ്രവാചകൻ ആയ ഈസാ നബി അലൈഹിസ്സലാം പോലും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് അവിടത്തെ വിളിക്കുകയും അതിന് തിരുദൂതർ ഉത്തരം ചെയ്യുകയും ചെയ്യുന്ന രംഗമാണ് ഹദീസുകളിൽ നാം കാണുന്നത്. മുസ്നദ് അബൂ യഅല 6584 നമ്പറായി ഉദ്ധരിച്ച ഈ ഹദീസ് തീർത്തും സ്വഹീഹാണ്, എല്ലാ രീതിയിലും പ്രമാണയോഗ്യവുമാണ്. ഈ പാഠവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നാം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ, അടിയന്തിര ഘട്ടങ്ങളിൽ ആവശ്യം വരുമ്പോൾ സ്വഹാബത്ത്
മഹാന്മാരുടെ മക്ബറയിലേക്ക്, വിശിഷ്യ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറയിലേക്ക് ഓടിച്ചെല്ലാറുണ്ടായിരുന്നു, അവിടത്തോട് അഭ്യർത്ഥിക്കാറുണ്ടായിരുന്നു, യാചിക്കാറുണ്ടായിരുന്നു. അതെ, അള്ളാഹുവിനോട് തങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇത് വളരെ വ്യക്തമാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ പുത്രിമാരായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ മറ്റൊരു പുത്രി ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു തആല അൻഹ, അപ്രകാരം തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അക്കാലഘട്ടത്തിലെ ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അലി റളിയല്ലാഹു അൻഹു സാക്ഷിയായ സംഭവം, സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ആദർശം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉഖബത്ത് ബിൻ ആമിറിൻ്റേത്, സവാദ് ബിൻ ഖാരിബിൻ്റേത്, ഇതെല്ലാം നാം കാണുകയാണ്. ഈ എല്ലാ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇനി ചിന്തിക്കുക, എന്തടിസ്ഥാനത്തിലാണ് ഇനി നിഷേധിക്കുക? ഇനിയും ബാലിശമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ മുഴുവനും തള്ളിക്കളയാമെന്നാണോ വെക്കുന്നത്? ഇത്രയും പ്രബലമായ ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ സ്വഹാബത്തിനെ നിഷേധിച്ചുകൊണ്ട്, സ്വഹാബത്തിൻ്റെ രീതി നിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ നമുക്കിടയിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന മുസ്ലിം ബഹുസാമാന്യത്തെ വളരെ മോശമായ രീതിയിൽ അവർ ദീനിൽ നിന്ന് പുറത്താക്കാനും അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല, ഇവിടുത്തെ പണ്ഡിതന്മാരെ മുഴുവനും തേജോവധം ചെയ്യാനും ശ്രമിക്കുന്നത് തീർത്തും ധിക്കാരമാണ്. സ്വഹാബത്തിൻ്റെ പാത പിൻപറ്റുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണെങ്കിൽ, അതാണ് രക്ഷയുടെ മാർഗമെങ്കിൽ, അത് മഹാവിജയമാണെങ്കിൽ, അതേ ഇപ്പുറത്തുള്ളത് മുനാഫിക്കുകളെ പോലെ സ്വഹാബത്തിനെ തള്ളുക എന്നത് മഹാപരാജയമാണെങ്കിൽ നമ്മളിതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. ഇതുവരെ പറഞ്ഞ ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും പ്രാമാണികമല്ലെന്നും തെളിവിന് കൊള്ളാവുന്നതല്ലെന്നും അഭിപ്രായമുള്ളവർ അവർ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്, സംശയം ദൂരീകരിക്കേണ്ടതാണ്. തീർച്ചയായും ഈ തരത്തിലുള്ള ഇപ്പോഴിവിടെ ഉദ്ധരിച്ച മുഴുവൻ സംഗതികൾക്കും വ്യക്തമായ പ്രമാണം സ്വഹാബത്തിൻ്റെ ജീവിതം നമുക്ക് സ്വീകരിക്കാൻ എങ്ങനെ കിട്ടും, സ്വഹാബത്തിൻ്റെ ജീവിതം നമുക്ക് എങ്ങനെ കിട്ടും, അത് കിട്ടാൻ ആവശ്യമായ പ്രമാണങ്ങൾ നമ്മൾ അവലംബിച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞ സംഗതികൾ മുഴുവനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാരും ഇസ്തിഗാസ വിരോധികളായിരുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഇസ്തിഗാസ ചെയ്യാറുണ്ടായിരുന്നു. അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്ബറകളിലേക്ക് ഓടിച്ചെല്ലാറുണ്ടായിരുന്നു. ഇത് അവരുടെ ഒരു ശീലമായിരുന്നു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തവസ്സുലാക്കുകയും തശഫ്ഫുഅ ചെയ്യുകയും ഇസ്തിഗാസ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഈ സത്യമാർഗം സ്വീകരിക്കാൻ നമുക്ക് തുണയേകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. वाहिद यकता है, एक खुदा बस तन्हा है। अल्लाह वाहिद यकता है, एक खुदा बस तन्हा है। अल्लाह वाहिद यकता है, एक खुदा बस तन्हा है। कोई ना इसका हमता है, एक ही सबकी सुनता है। ला इलाहा इल्लल्लाह, 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 ला इलाहा। أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. ما بعد. സ്നേഹാദരവുള്ള സയ്യിദ് പൂക്കോയ തങ്ങളവർ, മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ,
മാന്യ SYSൻ്റെയും SSFൻ്റെയും ഉന്നത നേതൃത്വങ്ങൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതാനും വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും വാക്കുകൾ ചുരുക്കുകയും ചെയ്യുന്നു. തൗഹീദ് അചഞ്ചലം എന്ന മുദ്രാവാക്യം, അതാണ് വിഷയം നമ്മളത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സുദീർഘമായ പ്രസംഗവും സമയവും എടുക്കും. അത് നമുക്ക് നല്ലത് നൗസാദ് ഹസനിയാണ്. അതൊക്കെ 8ഉം 9ഉം 10ഉം കഷ്ണങ്ങളാക്കി മുറിച്ച് തമ്മിൽ കാഫറുകൾ അവരെ കൊണ്ട് തന്നെ ആക്കിച്ച് അങ്ങനെ തുല്യതയില്ലാത്ത ചരിത്രങ്ങൾ കഴിഞ്ഞതിനേക്കാൾ അത് വ്യക്തമായി സാധാരണക്കാർക്ക് അനുഭവത്തിൽ മനസ്സിലാക്കി തന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ എത്തും. മഹാനായ മഖ്ദൂമി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ പരമ്പര, സിദ്ദീഖി പരമ്പരയിൽപ്പെട്ട AP ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദായ ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഞങ്ങളൊക്കെ എന്തിയുണ്ടിയിലായിരുന്നു വിളിക്കും, ഞങ്ങളുടെ നാട്ടുകാരാണ്. അവരുടെ ഗുരു ശിഷ്യത്വവും അവരുടെ പിൻഗാമിയായ സുലൈമാൻ ഉസ്താദിൻ്റെ പൊരുത്തവും കുരുത്തവും ശിഷ്യത്വം നേടിയ ഒരു വ്യക്തിയാണ് നൗസാദ് ഹസനി. ഒതുക്കങ്ങളിൽ നിന്ന് ബിരുദമെടുത്ത ഹസനിയാണ്. പേരും ബിരുദവും യോഗ്യതയും ഇസ്മും മുസമ്മയും തമ്മിൽ നല്ല ബന്ധവുമാണ്. അദ്ദേഹം ഉടനെ വരും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഈ നമ്മളുടെ ഈ വിജ്ഞാനം അനുഭവജ്ഞാനമായിരിക്കണം. ഈ അനുഭവജ്ഞാനമാകുമ്പോഴേ വിശ്വാസപരമായി നന്നാവുകയുള്ളൂ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൻ്റെ വിരലിൽ നിന്നിട്ട് വെള്ളം പൊട്ടി. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദിസ്. ഞാനിതൊന്ന് മനസ്സിലാക്കാൻ ഏതാനും ഉദാഹരണങ്ങൾ സപ്ലൈ ചെയ്യുകയാണ്. പ്ലീസ് ലിസൺ. കൈവിരലിൽ നിന്നിട്ട് വെള്ളം പൊട്ടി. ഈ പ്രാവശ്യം ഹജ്ജ് കർമ്മത്തിന് പോയപ്പോൾ ഞാൻ ആ സ്ഥലം കണ്ടെത്തി. എൻ്റെ കൂടെ വാഹനത്തിലുള്ളവർ പറഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് ആ സംഭവം ഉണ്ടായതെന്ന്. അവിടുന്ന് ഞങ്ങൾ ഒട്ടകത്തിൻ്റെ പാല് അവിടെ കൊടുക്കുന്നുണ്ട്, കറന്ന് അപ്പോൾ തന്നെ അത് കുടിച്ച് ആ ആളെ തന്നെ പിടിച്ച്, ആ അറബിയെ തന്നെ പിടിച്ചിട്ട് ഈ സ്ഥലം കാണിപ്പിച്ചു മരുഭൂമിയിൽ. അപ്പോൾ ആ കിണർ തൂർത്ത് സിമൻ്റ് ഇട്ടിരിക്കുന്നു. ഞങ്ങളവിടെ ഇരുന്ന് ദുആ ചെയ്തു അവിടുന്ന് പോകുന്നത്. അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, മുത്തുനബിയെ കയ്യിലിരിക്കുന്ന വെള്ളമൊക്കെ കഴിഞ്ഞു, തഹാറത്തിന് ശുദ്ധീകരണത്തിന് മറ്റുള്ള ഇസ്തിമാൽ പെരുമാറ്റത്തിന് കുളിക്കുന്ന അദാഫ ഇതിനൊന്നും നമ്മളെടുത്ത് അശേഷം വെള്ളമില്ല, കുറഞ്ഞ വെള്ളമുണ്ട് ഒരു പാത്രത്തിൽ, ഇതല്ലാത്തൊക്കെ കഴിഞ്ഞു പോയിരിക്കണം. ഇവിടെ വെള്ളം കിട്ടാവുന്ന ഒരു ചുറ്റുപാടുമല്ല, ഇന്നുമല്ല. മുത്തുനബി പറഞ്ഞു നിങ്ങളുടെ ധാരാവെള്ളമുണ്ട്, അവശേഷിച്ച വെള്ളം ഒരു പാത്രത്തിൽ എത്തിക്കുകയും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലവിടെ വിരലിനെ വെച്ചു. വെള്ളം കൊണ്ട് വരാൻ തുടങ്ങി. മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി അവരോട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ടായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിരലിൽ നിന്നിട്ട് വന്ന വെള്ളത്തിൻ്റെത്? ഞങ്ങൾ സ്വഹാബാക്കറം കുറച്ചുള്ളൂ എങ്കിലും എത്രമാത്രം ആളുണ്ടായിരുന്നെങ്കിലും അവരുടെ എല്ലാ ആവശ്യത്തിനും പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ആണ് ആ വെള്ളം വന്നുകൊണ്ടിരുന്നിരുന്നത് എന്ന്. പ്രവാചകൻ്റെ വിരലിൽ നിന്ന് വന്ന വെള്ളം ഞങ്ങളെല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി, ശുദ്ധീകരണങ്ങളും കുടിക്കലും താജലം എല്ലാത്തിനും ഉപയോഗിച്ചു. ഞങ്ങൾ വെള്ളങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തു. ഇതൊരു അനുഭവജ്ഞാനമാണ്. കൈവിരലിൽ നിന്നിട്ട് വെള്ളം വരിക എന്നുള്ളത് നേരിൽ അവർ കാണുകയാണ്. അനുഭവജ്ഞാനം, അനുമാനജ്ഞാനമല്ല. അത് ഈമാനികമായി കണ്ടവർ വിശ്വാസപരമായി നന്നായി. അവരിൽ നിന്ന് ആ വിശ്വാസം പിൻഗാമികളായ നമ്മളിലേക്ക് ഏറ്റുവാങ്ങി. നമ്മൾ ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കി അത്തരം മഹാരഥന്മാരുടെ അനുഭവങ്ങൾ അത് നമ്മൾ താബീങ്ങൾ പിൻഗാമികളായിട്ട് ആ വിശ്വാസം അതേ രൂപത്തിൽ
അതേ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇന്ന് വരെയുള്ള നാം മുഴുവനും അത് അംഗീകരിക്കുകയും അതേ ക്രമത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രവാചകന്റെ കയ്യിലിൻ്റെ വിരലിൽ നിന്ന് വെള്ളം വന്നു എന്ന് അനുഭവജ്ഞാനം. അതുകൊണ്ട് എൻ്റെ ഹബീബ് നൗസാദ് ആസിനി ഒക്കെ പറയും, അവരൊക്കെ പറയുന്നതാണ്, നന്നായിട്ട് പറയാൻ അറിയുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാവരും 4, 5, 6 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും AP ഉസ്താദിൻ്റെ കൽപ്പന അനുസരിച്ച്, അദ്ദേഹം എന്നോട് നിർദ്ദേശമനുസരിച്ച് നിങ്ങളൊക്കെ ക്ഷണിക്കുന്നു. മുഴുവൻ ആളുകളും ഇവിടെ ഇരിക്കരുത്, കുടുംബത്തിൽ കിടന്നുറങ്ങാനല്ലത്. ഇത്തരം സന്ദർഭത്തിൽ അവിടെ പോയി പങ്കാളികളാകുകയും അദ്ദേഹത്തിന് സലാം പറയാനോ നേരിൽ കാണാനോ ഒന്ന് ദർശിക്കാനോ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനോ മജ്‌ലിസിൽ ചേരാനോ എന്ത് സൗഭാഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുക. അത് മുഴുവനും നിങ്ങൾ ഈ അവസരത്തിൽ അതിലൊക്കെ ഭാഗവാക്കാവണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയും നൗസാദ് ആസിനിയെ ആദരപൂർവ്വം ഞാൻ തന്നെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من وقر صاحب بدعة فقد أعان على هدم الإسلام. شفيعنا وحبيبنا محمد رسول الله. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ സയ്യിദവറുകൾ, മറ്റു സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അല്ലാഹുവിന്റെ മഹത്തായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയാണ് ഈ സമയത്ത് നാം ഇവിടെ ഒത്തുകൂടിയത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മജ്‌ലിസായി അല്ലാഹു ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വന്നിരായ